ആദരവോട് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീദേവി പിള്ള രചിച്ച് വിദ്യാധരൻ മാസ്റ്റർ സംഗീതം നൽകിയ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പിന്നണി ഗായകർ പാടിയ ഒരു കാസറ്റ് ഹൃദയമുരളിക ഇവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഗാനങ്ങൾ വളരെ നല്ല ഗാനങ്ങളാണ്. അത് പൊതുജനങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ CD-യെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ശ്രീ രവി മേനനുണ്ട് ഇവിടെ. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. നമസ്കാരം. ശ്രീ രവി മേനോൻ ഇപ്പോൾ ഹൃദയമുരളിയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ശ്രീകുമാരൻ നമ്പർ സാറ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, സ്വന്തം എന്ന പദത്തിന് അർത്ഥം. എനിക്കാണ് ആ വലിയ ഒരു അറം പറ്റിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗാനങ്ങളെല്ലാം പലപ്പോഴും മറ്റു പലരുടെയും പേരുകളിലാണ് ഇപ്പോൾ അറിയപ്പെടാറുള്ളത്. ഇപ്പോൾ റിയാലിറ്റി ഷോയിലാണെങ്കിലും നമ്മുടെ പ്രശസ്ത ഗായകൻ നടത്തുന്ന ക്വിസ് പ്രോഗ്രാമിലാണെങ്കിലും മാധ്യമ ലേഖനങ്ങളിലൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പല അനശ്വര ഗാനങ്ങളും വയലാറിൻ്റെയും ഭാസ്കര മാഷിൻ്റെയും ഒക്കെ പേരിൽ പുറത്തു വരുമ്പോൾ ഞെട്ടാറുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഹൃദയ സരസിലെ വയലാറിൻ്റെ പേരിൽ ഒരു റിയാലിറ്റി ഷോയിലാണെന്ന് തോന്നുന്നു കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം മലയാളത്തിലെ ഒരു ഗാനരചയിതാവ് ഒരു ഗാനം സൃഷ്ടിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ട്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ പകർന്നു നൽകുന്ന ആത്മാവ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്രയും ലാഘവത്തോടുകൂടി ഈ ഗാനരചയിതാവിനെ അല്ലെങ്കിൽ ഗാനങ്ങളുടെ പിതൃത്വം മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കില്ലായിരുന്നു ആരും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പതിവ് ഇവിടെ ഏകദേശം ഒരു നടപ്പ് രീതിയായിട്ട് സ്വീകരിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഈ സാഹചര്യത്തിലാണ് MSI.com പോലുള്ള ഒരു സംരംഭത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. വളരെ വലിയൊരു സംരംഭം, വളരെ എന്താ പറയുക, അഡ്മിറബിൾ ആയിട്ടുള്ളൊരു എഫേർട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ശ്രീദേവി പിള്ളയെ മാത്രമേ എനിക്കറിയുള്ളൂ. ഇപ്പോൾ രാജഗോപാലിനെ കണ്ടു. രാജഗോപാൽ പറഞ്ഞ പോലെ വളരെ അജ്ഞാതരായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം ബന്ധം ഇല്ലാത്ത കുറേ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണിത്. ഈ സംരംഭത്തിൻ്റെ ആദ്യത്തെ ഒരു ആൽബമാണ് ഹൃദയമുരളിക. ശ്രീദേവിയുടെ വളരെ കാവ്യഭംഗിയുള്ള വരികളാണ്. വിദ്യാധരൻ മാസ്റ്ററുടെ ഫോക്ക് സ്പർശമുള്ള റൊമാൻറ്റിക് ഗാനങ്ങളാണിത്. വളരെ മനോഹരമായിട്ട് എല്ലാവരും പാടിയിട്ടുണ്ട്. ഗാനങ്ങളെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അത് കേട്ട് ആസ്വദിക്കേണ്ടത് നിങ്ങളാണ്. വളരെ നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീ രവി മേനോൻ. അടുത്തതായി MSIയും DC ബുക്സും ചേർന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ പത്മശ്രീ KP ഉദയഭാനു, ശ്രീ ശ്രീകുമാരൻ തമ്പി സർ, ശ്രീ വിദ്യാധരൻ മാസ്റ്റർ, പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി ജെൻസി എന്നിവരെ ആദരിക്കുന്നു. MSIക്ക് വേണ്ടി MSIയുടെ ശില്പിയായ ശ്രീ അജയ് മേനോൻ്റെ അച്ഛൻ പ്രൊഫസർ സോമശേഖരൻ വിശിഷ്ട വ്യക്തികളെ ഉപഹാരം കൊടുത്ത് ആദരിക്കുന്നതാണ്. ക്ഷമിക്കണം. ഉപഹാരം നൽകുന്നത് MSIയുടെ ശില്പി ശ്രീ അജയ് മേനോൻ്റെ അച്ഛൻ പ്രൊഫസർ സോമശേഖരൻ. ശ്രീ ശ്രീകുമാരൻ തമ്പി സാറാണ്. ഹൃദയമുരളികയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീ വിദ്യാധരൻ മാസ്റ്റർ അജയ് മേനോന്റെ അച്ഛനായ. അടുത്തതായി ശ്രീമതി ജെൻസിയെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹൃദയമുരളിക എന്ന ഓഡിയോ ആൽബത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീ വിദ്യാധരൻ മാസ്റ്റർ നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായി. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, MSI ഇങ്ങനൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അജയ് മേനോൻ എന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ടെലിഫോണിൽ സംസാരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ശ്രീദേവി പിള്ളയെയും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു നല്ല
സംരംഭം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതെനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. കാരണം മലയാള ഗാനശാഖയ്ക്ക് നമ്മുടെ മുൻഗാമികളായ ഗുരുക്കന്മാർ ചെയ്തു വച്ചിട്ടുള്ള സംഗീത സംവിധാനം ഇന്ന് നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ വീടുകളിൽ അത് കളക്ട് ചെയ്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ള കവിതയും സംഗീതവും ഒത്തുചേർന്ന പാട്ടുകളാണ്. വർഷങ്ങൾക്ക് മുൻപ് ദേവരാജൻ മാസ്റ്ററും ദക്ഷിണാമൂർത്തി സ്വാമിയും രാഘവ മാസ്റ്ററും അർജുനൻ മാസ്റ്ററും ബാബുരാജും ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ അവരൊക്കെ ചെയ്തു വെച്ച സംഗീത ശൈലി അല്ലെങ്കിൽ ഒരു ഗാനത്തിന് എങ്ങനെ സംഗീതാവിഷ്കരണം നടത്താം, എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ്. അപ്പോൾ അതിന് ശേഷമുള്ള തലമുറയിൽ എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗീത സംവിധാനം ചെയ്യുക, കവിതയുടെ ആത്മാവിനനുസരിച്ച് സംഗീതം ചിട്ട ചെയ്യുക എന്ന രീതിയിൽ എന്നെപ്പോലെയുള്ളൊരു എളിയ ഒരു സംഗീതജ്ഞൻ കേട്ടുവന്ന ആ കാലഘട്ടം തീർച്ചയായിട്ടും മനസ്സിൽ അത് നല്ലവണ്ണം ഉറച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും അവനവൻ്റെ സ്വന്തമാകുക, അവരവരുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു ശീലം ആണ് അവരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമായിരിക്കണം, എൻ്റേത് മാത്രമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അത് പറയേണ്ടി വന്നത് ഇന്നുള്ള കാലഘട്ടം തമ്പിസാറ് പറഞ്ഞപ്പോൾ ആരും ഇവിടെ മോശക്കാരല്ല. ഇന്നുള്ള എഴുത്തുകാർ ഞങ്ങളൊക്കെ എഴുതുന്നതിനേക്കാൾ നന്നായിട്ടോ അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ എഴുതാൻ കഴിയുന്നവരാണ്. എന്നിരുന്നാലും അവർക്കുള്ള വേദികൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ കാണപ്പെടുന്ന, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെയാണ് പാട്ടുകളുടെ വിധം ഇത്തരത്തിൽ തിരിഞ്ഞു പോയത് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അതുകൊണ്ട് എന്തുണ്ടാകുന്നു, അവനവൻ്റെ പാട്ടുകൾ ആരുടേതാണ്, ഇത് ഏതാളുടെ പാട്ട് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പണ്ട് കാലത്തുള്ളവരുടെ പാട്ടുകൾ കേട്ട മാത്രയിൽ ഇത് ദേവരാജൻ മാസ്റ്റർ പാട്ടാണ്, ഇത് ബാബുരാജിൻ്റെ പാട്ടാണ്, ഇത് അർജുനൻ മാസ്റ്റർ പാട്ടാണ്, ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടാണ്, ഇത് കെ രാഘവൻ മാസ്റ്റർ പാട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. ഈ അടുത്ത കാലത്ത് വളരെ ഒരുപാട് മല പോലെയുള്ള സംഗീത സംവിധാനം ചെയ്തു വെച്ച് നമ്മളെ പിരിഞ്ഞുപോയ രവീന്ദ്ര മാസ്റ്റർ, അദ്ദേഹം രവീന്ദ്ര സംഗീതം എന്ന് പറയുന്ന ഒരു വെർഷൻ തന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ വിട്ടുപോയത്. അപ്പോൾ കേൾക്കുന്ന മാത്രയിൽ ഇത് ആരുടെ പാട്ടാണ്, ആരുടെയാണെന്നുള്ളത് മനസ്സിലാകണം, ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഇന്ന് നാം അനുഭവിക്കുന്നത് എന്താണെങ്കിൽ ഇതാരുടെ ഈ പാട്ട്, ഈ CD അല്ല അത് നോക്കിയേ ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണ്, ഇത് പാട്ട് ആരുടെയാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ CD-യോ കാസറ്റോ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് അതിൻ്റെ സംഗീത സംവിധാനം ഇന്ന ആളാണെന്ന് മനസ്സിലാവുക. അപ്പോൾ അതിന് എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന ഈ ചെയ്യിക്കുന്ന ആൾക്കാരുടേത് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യവും അതിനനുസരിച്ചായതുകൊണ്ട് അവർ ഇന്ന മാതിരി ഒരു പാട്ട് വേണം, ഇന്ന സിനിമയിൽ ഇന്ന ഗാനത്തോടൊപ്പം നിൽക്കുന്ന ഒരു പാട്ട് വേണം, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ രൂപം ഒരു CD-യോ കാസറ്റോ കൊണ്ടുകൊടുത്ത് നമുക്ക് ഇങ്ങനൊരു പാട്ട് വേണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് അവരതിൻ്റെ പുറകെ ചുറ്റി നടക്കുക. അത്തരത്തിലൊരു പാട്ടുണ്ടാക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കുമ്പോൾ അത് അവർ താല്പര്യപ്പെടുന്നില്ല. നല്ലൊരു മെലഡി ട്യൂണുണ്ടാക്കി കൊടുത്താൽ അത് താല്പര്യപ്പെടുന്നില്ല, അത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, എന്തിഷ്ടമായില്ല, എന്താണ് വേണ്ടതെന്ന് പറയാൻ അറിയാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. എന്താണെന്ന് പറയാനും പറ്റില്ല, നല്ലത് കേട്ടാൽ മനസ്സിലാവില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ എന്ത് പാട്ടുണ്ടാക്കിയാലും
സമ്മതിക്കാതിരിക്കുക, അതിൽ നിന്ന് ഈ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് പോരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടമായതുകൊണ്ട് ഇവരൊക്കെ എല്ലാവരും കഴിവുള്ളവരാണ്. ഒരു കഴിവില്ലാത്തൊരു വ്യക്തിക്ക് ഈ രംഗത്ത് നിൽക്കാൻ കഴിയില്ല. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് അത് പരതി നടക്കുമ്പോൾ ആണുങ്ങളായ നമ്മുടെ മുൻപേ പോയ നമ്മുടെ ഗുരുനാഥന്മാരുടെ പാട്ടുകളും മറ്റു തരത്തിലുള്ള കേട്ടുകൊണ്ട് പല കാലങ്ങളായി നടന്ന പാട്ടുകളിലെ ചില ഫ്രേസുകളൊക്കെ അതിൽ വന്നുപെടും. ഒരു പാട്ടിൻ്റെ അകത്ത് ചില ഫ്രേസ് ബാബുരാജിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ അർജുന മാഷയായിരിക്കും. അങ്ങനെ ഓരോരോ ആൾക്കാരെ ഹിറ്റ്സുകൾ ഉണ്ടാക്കിയ ആൾക്കാരുടെ പാട്ടുകളുടെ അംശം കടന്നു കയറുക, നല്ല പാട്ട് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കും. അതെന്തുകൊണ്ടാണ്? ഈ കേട്ടുപരിചയം ഉള്ളത് കൊണ്ടാണ് അത് ഹിറ്റാകുന്നത്. അങ്ങനെ ഒരു കേട്ടുപരിചയം ഉണ്ടായാൽ മാത്രമേ ഇന്ന് പാട്ടാകുന്നുള്ളൂ, ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം നമ്മൾ മുന്നിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് കുറേ പിന്നിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ സംഘാടകർ ഒരു നല്ല കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന നല്ല പാട്ടുകൾ എന്ന് പറയുന്ന പാട്ടുകളെ പോലെ നമുക്ക് സ്നേഹിക്കാനും നമുക്ക് കൊണ്ടു നടക്കാനും പറ്റുന്ന രീതിയിലുള്ള ചില പാട്ടുകൾ ആയാൽ നന്ന്, അതാണ് നമ്മുടെ ആവശ്യം എന്ന് എന്നോട് പറയുകയും അതിനനുസരിച്ച് ശ്രീദേവി പിള്ള കുറേ പാട്ടുകൾ അവരെഴുതിയിട്ടുള്ളത് എന്നെ ഏൽപ്പിച്ചു. ഒരു 17 പാട്ട് എനിക്ക് അയച്ചോളൂ. അപ്പം അതിൽ നിന്ന് താരതമ്യേന ഭേദമായ ഒരു 8 പാട്ടുകൾ സെലക്ട് ചെയ്തു. അതാണ് ഇന്ന് ഈ ഹൃദയമുരളിക എന്ന പേരിൽ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. അപ്പോൾ സംരംഭത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കുക, ഇനിയും അവർക്ക് നല്ല തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ. അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ നല്ലവരായ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നിങ്ങൾ അതിനുവേണ്ടി ഈ സംഘാടകർ രണ്ടാമതൊന്ന് ചെയ്തതിനും ഇനി മേലിൽ നല്ല നല്ല പ്രസ്ഥാനങ്ങൾ അവർക്ക് ചെയ്യാനും ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിന് വേണ്ടി അവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉദയബാലു ചേട്ടൻ, തമ്പി സാറ്, TR അജയൻ സാറ് ഒക്കെയുള്ള വേദിയിൽ, അജയൻ്റെ അച്ഛൻ, അവരൊന്നും എനിക്കറിയില്ല. ഇവരൊക്കെയുള്ള വേദിയിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്ന് ഈ കാര്യങ്ങൾ പറയാനും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ശ്രീദേവി പിള്ളയ്ക്കും ആ സംഘാടകർക്കും നല്ലത് വരട്ടെ. നല്ല രീതിയിൽ അവർക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി കൊണ്ടു നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. MSI അങ്ങേക്കും നന്ദി അറിയിക്കുന്നു ശ്രീ വിദ്യാധരൻ മാസ്റ്റർ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായികയായ ശ്രീമതി ജെൻസിയാണ്. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന എനിക്കേറെ സ്നേഹവും ബഹുമാനമുള്ള വിശിഷ്ട വ്യക്തികളെ, അവരോടൊപ്പം എനിക്ക് ഒരു ഇരിപ്പിടം കിട്ടിയതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇന്നത്തെ ശ്രീദേവിയുടെ ഹൃദയമുരളിക എന്നുള്ള ആദ്യത്തെ ഈ സംരംഭത്തിൽ അതിൽ സംഗീതം വിദ്യാധരൻ മാസ്റ്റർ ചെയ്തപ്പോൾ അത് കേൾക്കാതെ തന്നെ മധുരമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വിദ്യാധരൻ മാസ്റ്ററുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മാസ്റ്ററുടെ പാട്ടുകൾ കേൾക്കും തോറുമാണ് അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ശരിക്കും പാട്ടുകാരനോ പാട്ടുകാരിക്കോ വിദ്യാധരൻ മാസ്റ്ററുടെ പാട്ടുകൾ ഒത്തിരിയേറെ പഠിക്കുവാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതൊരു വലിയ ഒരു ശ്രീദേവിയുടെ പാട്ടുകൾ വിദ്യാധരൻ മാസ്റ്റർ തന്നെ ചെയ്യുന്നതിൽ ശ്രീദേവിക്ക് ശരിക്കും അഭിമാനിക്കാം. അതേപോലെ ഇപ്പോൾ ഒരു പുതിയ സൈറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞത് ശരിക്കും അത് നല്ലൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പണ്ട് കാലത്ത് റേഡിയോയിലൊക്കെ കേട്ടിരുന്നപ്പോൾ നമ്മൾ റേഡിയോ മാത്രം ആശ്രയിച്ചിരുന്ന ആ കാലത്ത് രചന, സംഗീത സംവിധാനം എന്നെല്ലാം കഴിഞ്ഞിട്ട് ഗായിക അല്ലെങ്കിൽ ഗായകൻ അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടായിരുന്നു അന്ന് പാട്ടുകൾ കേട്ടിരുന്നത്. അതുകൊണ്ട് അന്നത്തെ ആളുകൾക്കൊക്കെ
അതിനെക്കുറിച്ചുള്ള ഒരു രൂപം കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഗായികയുടെയോ ആ ഗായകൻ്റെ പേര് മാത്രമായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ ശരിക്കും ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു വലിയ ഒരു അനുഗ്രഹമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സിഡിക്ക് സർവ്വവിധ വിജയവും പ്രാർത്ഥനയും നേരുന്നു. നമസ്കാരം. MSI താങ്കളെ നന്ദി അറിയിക്കുന്നു ശ്രീമതി ജൻസി. ഒരു പ്രത്യേക അറിയിപ്പ്. അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് MSIയുടെ സുഹൃത്തും aesthetics.com ഡയറക്ടറുമായ ശ്രീ NP രാജശേഖരനാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. പ്രഗത്ഭരായ കലാകാരന്മാരുമായി ഇത്തരമൊരു വേദി പങ്കിടാനും നിങ്ങളോട് അല്പം സംസാരിക്കാനും ഒരു സാഹചര്യം ഒരുക്കി തന്നതിൽ ഇത് ശ്രീ ശ്രീദേവി പിള്ളയോടും MSIയോടും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വായന കുറയുന്നു, കവിത മരിക്കുന്നു എന്നെല്ലാമുള്ള മുറവിളികൾ ഒരു വശത്ത് വരുമ്പോൾ നാം എന്താണ് ഇവിടെ കാണുന്നത്? ഇത്തരമുള്ള പുസ്തക മേളകളും DC പോലെയുള്ള നല്ല പബ്ലിഷേഴ്സിൻ്റെയും പുസ്തകങ്ങൾ കൂടി വരികയാണ്. വായന മരിക്കുന്നില്ല എന്നാണ് അത് വിളിച്ച് പറയുന്നത്. സംഗീതത്തിൻ്റെ കാര്യമെടുത്താലും ഒട്ടും വ്യത്യസ്തമല്ല. പണ്ട് ഞങ്ങളുടെ കാലത്ത്, തമ്പി സാറിന് ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവർക്കും അത് മനസ്സിലാവും, ഓൾ ഇന്ത്യ റേഡിയോ എന്ന ഒരു സ്ഥാപനത്തെ ആശ്രയിച്ചാണ് ഞങ്ങളെല്ലാം സംഗീതം കേൾക്കാൻ വേണ്ടി കാത്തിരുന്നിരുന്നത്. ഒരു പുതിയ ഗാനം വന്നാൽ നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകളിൽ വീണ്ടും അത് വരുന്നത് വരെ കാത്തിരിക്കണം. ഇന്നതല്ല സ്ഥിതി. ആയിരക്കണക്കിന് സൈറ്റുകളുണ്ട്, റേഡിയോ ഉണ്ട്, FM റേഡിയോ വീണ്ടും തിരിച്ചു വരുന്നു. എല്ലാവരുടെ കയ്യിലും ഐപോഡുകളുണ്ട്, MP3 പ്ലെയറുകളുണ്ട്, CD-കളുണ്ട്. പണ്ട് ഞങ്ങളുടെ തലമുറ കേട്ടതിനേക്കാൾ എത്രയോ അധികം സംഗീതം ഇന്ന് കേൾക്കപ്പെടുന്നുണ്ട്. അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ വശത്തെക്കുറിച്ചാണ്. 10 കവിതകൾ ജനിക്കുമ്പോൾ ഒന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 10 ഗാനങ്ങൾ രചിക്കപ്പെടുമ്പോൾ അതിലൊന്നാണ് വെളിച്ചം കാണുന്നത്. 10 ചെറുകഥകൾ എഴുതപ്പെടുമ്പോൾ അതിലൊന്നാണ് പ്രസിദ്ധീകരണം സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ഈ പ്രസാധനം ചെയ്യുന്ന രീതി വളരെയധികം പണച്ചെലവുള്ളതാണ്. ഏത് പ്രസാധകനും തനിക്ക് കിട്ടുന്ന അനേകം പുസ്തകങ്ങളിൽ നിന്ന് ചിലത് തിരഞ്ഞെടുത്ത്, അനേകം ഗാനങ്ങളിൽ നിന്ന് ചിലത് തിരഞ്ഞെടുത്ത് അവ മാത്രമേ പ്രസിദ്ധീകരിക്കാനാവൂ. എന്നാൽ അതേസമയം ഇന്ന് ഓരോ ക്യാമ്പസുകളിലും റിയാലിറ്റി ഷോയിലും എവിടെ ചെന്നാലും നമുക്ക് കാണാം പ്രതിഭകളുടെയും കൃതികളുടെയും ബാഹുല്യം. എത്രയോ അധികം ചെറുപ്പക്കാർ ഇതിലേക്ക് വരുന്നു. നേരത്തെ തമ്പി സാർ പറഞ്ഞതുപോലെ, വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞതുപോലെ, പ്രതിഭയ്ക്ക് യാതൊരു കുറവുമില്ല. പലതിനും എക്സ്പ്രഷൻ കിട്ടാതെ പോകുന്നു. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള കല മാത്രമേ ഇന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിന് പുറത്ത് നിൽക്കുന്ന 9 കവിതകൾ, ഇതിന് പുറത്ത് നിൽക്കുന്ന 9 ഗാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയിലാണ് എയ്സ്തെറ്റിക് എന്ന ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. MSIയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം പരസ്പര പൂരകങ്ങളായ കാര്യങ്ങൾ കാണുന്നുണ്ട്. MSI നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലത്തെ എല്ലാ കൃതികളുടെയും ആധികാരികമായ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സൈറ്റാണ് നിർമ്മിക്കുന്നത്. അത് എല്ലാ കലാകാരന്മാർക്കും, പഴയ കലാകാരന്മാർക്കും ഇന്നുള്ള കലാകാരന്മാർക്കും പുതിയ കലാകാരന്മാർക്കും വളരെ പ്രധാനമായിട്ടുള്ള ഒരു പുതിയ സാധ്യത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ പബ്ലിഷിങ്ങിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുകയും, തമ്പി സാർ പറഞ്ഞ പോലെ ഇന്ന് വിദ്യാഭ്യാസം വരെ ഇൻ്റർനെറ്റിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റിലൂടെയും ഇത് മുതലാളിത്തത്തിൻ്റെയാണ്, ഇത് കമേഴ്ഷ്യലൈസേഷൻ്റെയാണ്, ഗ്ലോബലൈസേഷൻ്റെ വക്താവാണ്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റിനുള്ള ആക്സസ് ഇല്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ധാരാളം എതിർപ്പുകളുണ്ട്, എന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ആശയത്തിൻ്റെ സമയമായാൽ, ഒരു ആശയത്തിൻ്റെ പൂർണ്ണതയിലെത്തിയാൽ ലോകത്തുള്ള എല്ലാ ശക്തികളും അതിനെതിരായി നിന്നാലും അതിനെ എതിർക്കാൻ പറ്റില്ല. ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഗതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി പ്രവർത്തിക്കുന്നു. MSIയോട് ചേർന്ന് യൂറോപ്പിലും അമേരിക്കയിലും ഞങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ മറ്റു ചില പാർട്ട്നേഴ്സുമായിട്ടും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കും ഒരു ചെലവും കൂടാതെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രോണിക് വേദി, ഒരു ഇലക്ട്രോണിക് സ്റ്റേജ്, ഒരു സ്റ്റേജ് ആണ് എയ്സ്തെറ്റിക്. അതിനുവേണ്ടി 2 വർഷം മുമ്പ് ഞങ്ങൾ തുടങ്ങിയതാണ് ഈ പ്രവർത്തനം. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രവർത്തനമാണ്. ആളുകൾ മനസ്സിലാക്കി ഇത് സപ്പോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാകും എന്നുള്ളത് അറിയാം. പക്ഷേ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
പേഴ്സണലായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തെങ്കിലും കൃതി സ്വന്തം മനസ്സിൽ നിന്ന് വരുന്നത് കമേഴ്ഷ്യലായിട്ട് യാതൊരു സാധ്യതകളും ഇല്ലാത്ത കൃതി ഉണ്ടെങ്കിൽ യാതൊരു ചെലവും കൂടാതെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാമെന്നൂടെ പറയാം. അതാണ് ഭാവി. അവിടെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എവിടെയാണ് അവസാനമായിട്ട് ഈ കൃതിയെക്കുറിച്ച് പറയട്ടെ. ഞാൻ ഇതിൻ്റെ എല്ലാ പാട്ടുകളും പലതവണ കേട്ടു. ഹൃദയമുരളിക വളരെ നല്ല സംഗീതമാണ്, മനോഹരമായ രചനയാണ്, പുതിയൊരു ട്രെൻഡാണ്. പല കാര്യങ്ങളിലും പുതിയ ഒരു വഴി തുറക്കുകയാണ്. ദയവായി ഇതിനെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കൂടെ ഇതിൽ തീർച്ചയായും പ്രവർത്തിക്കും. മലയാളത്തിൽ പുതിയൊരു ചാനൽ ഇതിൽ തുടങ്ങാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീ എൻ പി രാജശേഖരൻ സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹ്റിനിലെ വോയിസ് FM എന്ന മലയാളം റേഡിയോ സ്റ്റേഷനിലെ അവതാരകനും MSIയുടെ സുഹൃത്തുമായ ശ്രീ രാജീവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പത്മശ്രീ ഉദയഭാൻ സർ, വിദ്യാധരൻ സർ, ശ്രീകുമാര തമ്പി സർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്ന് രാവിലെ കാസർഗോഡ് നിന്നും രാവിലെ 4:30 പരശുരാം എക്സ്പ്രസ്സിൽ കയറുമ്പോൾ സാധാരണഗതിയിൽ എറണാകുളത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വരാറുണ്ട്. പക്ഷെ ഇന്നത്തെ വരവിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഇപ്പം കാസറ്റിൻ്റെ വാക്കുകൾ പറഞ്ഞ പോലെ മനസ്സ് ഹൃദയമുരളിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കാരണം ബഹ്റിനിൽ യാദൃശ്ചികമായി ഒരു മലയാളം ചാനലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വർക്കിലെത്തിയ ഞാൻ ഒരു അവതാരകയുടെ അസാന്നിധ്യം മൂലം പഴയ ഗാനങ്ങളുടെ സെഗ്മെൻ്റായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള പ്രോഗ്രാം ചെയ്യേണ്ടി വന്നു. അത്യാവശ്യം കുറച്ച് പാടുക എന്നതല്ലാതെ എനിക്ക് സംഗീതത്തിൽ വലിയ ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഈ ചുമലിൽ ഈ പുതിയ പ്രോഗ്രാം എന്നുള്ള ഇത് വന്നത്. എനിക്കാകെ ഭയമായിരുന്നു, എന്ത് ചെയ്യും. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ പല പാട്ടുകളാണ് അവതരിപ്പിക്കേണ്ടത്. അതിനെക്കുറിച്ച് യാതൊരു എത്തും പിടിയില്ല. പിന്നീട് എന്തോ ആദ്യം എനിക്ക് അറിയാവുന്ന കുറച്ച് വയലാർ ദേവരാജൻ പാട്ടുകൾ ഞാൻ തുടങ്ങി. ഒരു ദിവസം തുടങ്ങി, 2 ദിവസം തുടങ്ങി, ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കെല്ലാം തീർന്നുപോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു അബദ്ധം വന്നു ഒരു ദിവസം. എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല. അന്നേരം എനിക്ക് രാജപാലറ്റിന് അറിയില്ല, തീരെ പരിചയമില്ല. ഏതോ സൈറ്റിൽ നിന്ന് ഞാൻ കണ്ടത് അപ്പാടെ വിശ്വസിച്ച് റേഡിയോയിൽ കൂടി പറയുകയും ചെയ്തു. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. രാജീവാണ് അത്. എന്താ രാജീവ്? ഒരു ശാസനയും ഉണ്ടായിരുന്നു, അതിലൊരു സ്നേഹം ഉണ്ടായിരുന്നു. രാജീവ്, പഴയ ഗാനങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ. അത് രാജപാലേട്ടനായിരുന്നു വിളിച്ചത്. ശ്രീകുമാരൻ സാറ് പറഞ്ഞതുപോലെ ബഹ്റിനിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സിനിമയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം വരെ സംസാരിക്കുന്ന രാജപാലേട്ടൻ എന്നെ ഒരു ലോക്കൽ കോൾ ഈ കാര്യം പറയാൻ വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പിന്നീട് ആ ഒരു ബന്ധം രാജപാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, രാജീവേ, ഇങ്ങനൊരു സൈറ്റ് ഉണ്ട്, ഇതിൽ പോയാൽ 100% എനിക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഞാൻ അന്ന് തന്നെ മലയാളം, അപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് വലിയ സാധാരണ സൈറ്റ് പോലൊരു സൈറ്റ്, മലയാള സംഗീതം .info, ഞാനതിലടിച്ചപ്പോൾ എന്തെന്നില്ലാത്ത, അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന ആ പ്രോഗ്രാമിൽ വളരെ വിഭിന്നമായ ഒരു സ്റ്റൈല് തന്നെ കൈവന്നു. കാരണം 60കളിൽ പിന്നീട് രാജഗോപാൽ സാർ പലപ്പോഴും അദ്ദേഹം ജോലി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും എൻ്റെ കോള്. അതായത് അതിൽ കാണുന്നൊരു സംശയം വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി. കാരണം ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷനിലെ ലൈബ്രറിയിൽ കാണുന്നത് തികച്ചും വ്യത്യസ്തമായിരിക്കും മലയാള സംഗീതം .info കാണുന്നത്. പിന്നെ രാജഗോപാൽ സാർ, ഞാൻ പറഞ്ഞില്ലേ, എത്ര ഉറക്കച്ചടവടയാണെങ്കിലും അദ്ദേഹം പറഞ്ഞുതരും ഏത് കാര്യമായാലും. ഇത് എല്ലാവർക്കും ഒരു ചാനൽ വർക്ക് ചെയ്യുന്നവരായാലും എല്ലാവർക്കും. ഞാൻ അതിനുശേഷം പിന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്, പല ചാനലിൽ കാണുമ്പോൾ അയ്യോ ഇത് തെറ്റാണല്ലോ. കാരണം ഒരു ദിവസം പഴയ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത 3 മിനിറ്റോളം മാത്രമേ ഒരു സോങ് ഉണ്ടാകാറുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ പ്രോഗ്രാം കൊണ്ടുപോകണമെങ്കിൽ മിനിമം 13 പാട്ടെങ്കിലും ഒരു പ്രോഗ്രാമിൽ വേണം. അത് പരിപാടി അവതരിപ്പിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. 13 പാട്ടുകൾക്കും ഒരു ഇൻട്രൊഡക്ഷൻ, ആ പാട്ടിൻ്റെ വിഷയത്തിലേക്കൊന്ന് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്,
അപ്പോൾ അതിൻ്റെ കൃത്യമായ സംഗീത സംവിധായകനെയും പറയുക, രചയിതാവിനെയും പറ്റി പറയുക. അന്നേരം നമ്മൾക്കുണ്ടാകുന്ന ഒരു ആത്മഹർഷം അത് പറഞ്ഞറിയിക്കാൻ തന്നെ വഴിയാണ്. ഞാൻ 100 ആവർത്തി പറയാം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചിലപ്പോൾ ആവർത്തിച്ചേക്കും, കാരണം അതിൻ്റെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞു വന്നതാണ്. എന്തായാലും എല്ലാ ഭാവുകങ്ങളും, അതുപോലെ ഈ ഇവിടെ ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഹൃദയമുരളിക മനസ്സിൻ്റെ 1000ങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നിച്ച് അത് ആസ്വാദക വൃന്ദത്തിനായി തുറന്നു വിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ എനിക്കിങ്ങനൊരു അവസരമൊരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരോടും ഭാരവാഹികളോടും മറ്റെല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ശ്രീമതി ശ്രീദേവി പിള്ള എഴുതിയ ഹൃദയമുരളിക എന്ന ഓഡിയോ ആൽബം വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് ഇന്ന് ഓഡിയോ CD രൂപത്തിലൂടെ പുറത്തിറക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത ശ്രീ അജയ് മേനോൻ, MSIയുടെ ശില്പിയായ ശ്രീ അജയ് മേനോൻ, ഔദ്യോഗികമായ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് ഇവിടെ വന്നെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരനും ഈ വേദിയിലിരിക്കുന്നുണ്ട്. ശ്രീ അജയ് മേനോന് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അച്ഛനായ പ്രൊഫസർ സോമശേഖരനെ ഞാൻ ഹൃദയപൂർവ്വം വേദിയിൽ ക്ഷണിക്കുന്നു. ഈ വളരെ സന്തോഷകരമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ത്യാഗജയൻ ഇന്ന് ഇവിടെ നമ്മുടെ ആദരവുകൾ ഏറ്റുവാങ്ങിയ മലയാള സിനിമയിലെ പ്രശസ്തരായ മാന്യ വ്യക്തികൾ ശ്രീമതി ശ്രീദേവി പിള്ള, ശ്രീ രാജശേഖരൻ, MSIയോട് അടുപ്പം പുലർത്തിക്കൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് സ്നേഹിതരെ, പ്രിയ സുഹൃത്തുക്കളെ, അമേരിക്കയിൽ ഇപ്പോൾ സമയം 6:30 രാവിലെ 6:30 മണിയാണ്. അജയ് എന്ന വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി ഒരു കാപ്പി ഇട്ട് കുടിക്കുന്ന സമയമാണ് ഇപ്പോൾ. അയാളുടെ മനസ്സ് മുഴുവൻ ഈ എറണാകുളത്ത് DC ബുക്ക് എക്സിബിഷനിലും നടത്തുന്ന ഈ അയാളുടെ CD പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിനെ കുറിച്ച് മാത്രമായിരിക്കും അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൻ എന്നുള്ള ഇത് മാറ്റിവെച്ച് അയാളെപ്പറ്റി ഇവിടെ ആർക്കും അയാളെ കണ്ട് പരിചയമില്ല എന്നുള്ളത് കൊണ്ട് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ട് ചില പ്രത്യേകതകൾ ഈ സന്ദർഭത്തിൽ പറയുന്നത് ഉചിതമായിരിക്കും. 3 വർഷത്തോളമായി ഈ സംരംഭത്തിൻ്റെ പുറകിൽ അയാൾ ഓടി നടക്കുകയാണ്. പലപ്പോഴും അതെല്ലാം വളരെ സ്വന്തമായിട്ട് ചെയ്യുള്ളൂ, പ്രത്യേകിച്ച് ആരോടും ഡിസ്കസ് ചെയ്യാറില്ല. എങ്കിലും കിട്ടാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് അത് കളക്ട് ചെയ്യുന്നതിന് എവിടെയെല്ലാം പോകുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാർ കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങി പോകുന്ന കാണാം. ഏതെങ്കിലും മുടുക്കിൽ കൂടെയൊക്കെ പോയി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി അവിടെ പഴയ ഗാനങ്ങളുടെ ഒരു കെട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് എവിടെ നിന്ന് മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റില്ല. പല തൃശ്ശൂരും എറണാകുളത്തും പല സ്ഥലങ്ങളിലും പല മുടുക്കുകളിൽ കൂടി ഞാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സംഭരിക്കാനായിട്ട്. അവിടെ എല്ലാം പോയി എന്തെങ്കിലും എല്ലാം ഡീറ്റെയിൽസ് ഇത് മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഡീറ്റെയിൽസ് ഒന്നും നമ്മളോട് പറയാറില്ല. അതൊക്കെ അയാളുടെ സ്വന്തം ഇതാണ്. പഴയ ഗ്രാമഫോൺ റെക്കോർഡ്സ് ഉള്ള പല സ്ഥലങ്ങളിലും പോയി വലിയ എമൗണ്ട് ഓഫർ ചെയ്യും, അത് മുഴുവൻ ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പലരും ഇയാൾ പറയുമ്പോൾ പലരും കൊടുക്കില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറില്ല. സാധാരണഗതിയിൽ ഈ ഗ്രാമഫോൺ റെക്കോർഡ്സ് ഒന്നും ആരും ഉപയോഗിക്കില്ല. ഇയാൾ ചെന്ന് വലിയ എമൗണ്ട് ഓഫർ ചെയ്ത് അത് ഞാൻ എടുത്തോളാമെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ വിഷമം. അതിലെന്തോ ഉണ്ട്
എന്തോ മറന്നു കിടക്കുന്നുണ്ട്, അത് പിന്നീട് വല്ല ഉപകരിക്കും എന്നുള്ളത്. ഇത്തരം ഒരു സ്വഭാവം 3 വർഷമായിട്ട് ഞാൻ അതിൽ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ സംഗതികളും വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മകൻ എന്ന നിലയിലല്ല സംസാരിക്കുന്നത്, ഞാൻ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് സംസാരിക്കുന്നത്. എല്ലാ സംഗതികളും വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇതിൻ്റെ എല്ലാ ഡിസൈനും, ഇതിൽ കാണുന്ന എല്ലാ സംഗതികളും അയാൾ അവിടെ നിന്ന് ഉണ്ടാക്കി അയച്ചില്ല. ഇതിലത്തെ ഓരോ വാക്കും ഓരോ ഇതുകളും ഡിസൈനും അയാളുടേതാണ്. അത് ശ്രീമതി പിള്ള സമ്മതിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നിവിടെ ആദരിക്കേണ്ട വ്യക്തികളുടെ പേര് പോലും അയാൾ നിശ്ചയിച്ചതാണ്. പത്മശ്രീ കിട്ടിയപ്പോൾ അദ്ദേഹത്തിനെ കാര്യമായിട്ട് ആദരിക്കണം. അത് നമ്മുടെ ഇത് റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ ശ്രീമൻ ഉദയഭാദിനെ അതിൻ്റെ പേരിൽ അഭിനന്ദിക്കണം എന്ന് മനസ്സിൽ കണ്ട് അത് ഏൽപ്പിച്ചാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയോട് വരാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. വരാൻ അദ്ദേഹത്തിന് മറ്റു തിരക്കുകളുണ്ട്, വരാൻ പറ്റിയില്ല. ഇങ്ങനെ പല സംഗതികളും അവിടെ അമേരിക്കയിൽ ഒരു മുക്കിലിരുന്ന് അയാളെല്ലാം അറേഞ്ച് ചെയ്ത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് ആണ് ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത്. അയാളുടെ ആ സ്വഭാവത്തെ പറ്റിയൊന്ന് നേരിട്ട് ഇവർക്ക് പരിചയമില്ലാത്തതുകൊണ്ട്, ആർക്കും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ സംഗതികളും ക്ലിയറായി വന്നതിന് ശേഷമേ അത് പുറത്തിറക്കുള്ളൂ എന്നുള്ള വാശിയോടുകൂടി ചെയ്തതാണ്. ഇപ്പോൾ ഇവരിൽ നിന്നെല്ലാം വിവരമുള്ളവരിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നും അത് വളരെ ഉപകരിക്കുന്നു. അത്തരം നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. വളരെ നന്ദി ശ്രീ ശാംശേഖരൻ സർ. അടുത്തതായി നന്ദി പ്രകാശനമാണ്. അതിനു മുൻപ് ഒരു പ്രത്യേക അറിയിപ്പ്. ഒരു MSIയുടെ ഇന്ത്യയിലെ കോഓർഡിനേറ്ററും ഹൃദയമുരളികയുടെ ഗാനരചയിതാവുമായ ശ്രീമതി ശ്രീദേവി പിള്ളയെ ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് നമസ്കാരം. എൻ്റെ ഭർത്താവ് അവിടെ കുറച്ച് നേരം മുമ്പ് നിൽക്കുകയായിരുന്നു, അദ്ദേഹത്തിനെ ഇപ്പോൾ കാണുന്നില്ല. നന്ദി പറയണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ആദ്യമായി നന്ദി പറയാനുള്ളത് എനിക്ക് DC ബുക്സിനോടാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായി അതായത് DCയുടെ ഇവിടെ കൊച്ചിയിലെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ തുടങ്ങിയ നാൾ തൊട്ട് DCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത്തവണ ഇങ്ങനെ ഒരു ആൽബം നിർമ്മിച്ചുവെന്നും അതൊന്ന് പ്രകാശനം ചെയ്യണമെന്നും ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ശ്രീദേവി DC യാതൊരു മടിയും കൂടാതെ അതിനൊരു വേദി ഇവിടെ ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞ് അത് ഒരുക്കി തരികയായിരുന്നു. അതിനുള്ള നന്ദിയാണ് എനിക്ക് ആദ്യമായി പ്രകാശിപ്പിക്കാനുള്ളത്. കാരണം ഈ ഒരു വേദി ഇല്ലെങ്കിൽ വേറെ ആരും വന്ന് എവിടെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എന്നെപ്പോലെ ഒരു തുടക്കക്കാരി ഒരു ആൽബം റിലീസ് എന്ന് പറഞ്ഞാൽ ഒരാളും തിരിഞ്ഞു നോക്കില്ല. അതേസമയം DC ബുക്സിന്റെ ഒരു എക്സിബിഷൻ, അതിലുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ആൾക്കാർ എത്തിച്ചേരും. അപ്പൊ ആ ഒരു വേദി എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കാനും നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യാനും എനിക്ക് കാരണമായത്. അതുകൊണ്ട് DC ബുക്സിന്റെ CEO ശ്രീ രവി DCയോടുള്ള സീമാതീതമായ നന്ദി കടപ്പാടും, അതുപോലെ DCയുടെ എറണാകുളം ഡിവിഷനിലെ എല്ലാവരോടുമുള്ള, പ്രത്യേകിച്ച് ജെയ്സൺ ബൈജു മാനേജർമാരാണ് അവരുടെ, പിന്നെ ഒരുപാട് ആൺകുട്ടികൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നാണ് ഇന്ന് ഈ വേദി ഈ തരത്തിൽ ഒരുങ്ങി ഇവിടെ ഈ ഹൃദയമുരളിയുടെ പ്രകാശനത്തിന് തയ്യാറായത്. അവരോടുള്ള നന്ദിയാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പ്രകടിപ്പിക്കാനുള്ളത്. പിന്നീട് എൻ്റെ കുടുംബമാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, എൻ്റെ സിസ്റ്റർ ലോസ് എല്ലാവരും ഇവിടെ ഉണ്ട്. എൻ്റെ 2 സിസ്റ്റർമാരുണ്ട് ഇവിടെ, അവർ മക്കളും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഒരു ആൽബം, കവിതകൾ കുറച്ചൊക്കെ എഴുതുന്നത് വട്ടാണെന്നൊക്കെ പറയുമായിരുന്നു, എങ്കിൽ പോലും ഇതൊരു ആൽബമായി തീരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും, എന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഒരു ആൽബം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ തലം എന്നൊന്നും പറയുന്നില്ല. കുറച്ചൊക്കെ പാട്ടുമായിട്ടൊക്കെ കുറച്ച് താല്പര്യമുണ്ടെന്നുള്ളതല്ലാതെ
അപ്പോൾ അവരെല്ലാവരും, പിന്നെ എൻ്റെ 2 മക്കളുണ്ട്, അവർ രണ്ടുപേരും ഞാൻ ഇടയ്ക്ക് ആൽബത്തിൻ്റെ നിർമ്മാണമൊക്കെ ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും, നോ അമ്മ, യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്, യു ആർ ഗോയിങ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഏറ്റവും അതായത് ഫോഴ്സ്ഫുള്ളി എന്നെ നിർബന്ധിച്ച് ഇതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചത് എൻ്റെ മക്കൾ രണ്ടുപേരുടെയും ഒരു വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആണ്. അവരോട് എനിക്ക് ഒരുപാട് സ്നേഹവും കടപ്പാടും ഉണ്ട്. അത് എനിക്ക് പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തതായി പോയി, എന്നാലും പറയാതിരിക്കാൻ തീരെ നിവർത്തിയില്ല. പിന്നീട് ഇപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥികളാണ് ശ്രീ KP ഉദയഭാനു സാർ. അദ്ദേഹം ഞാൻ വിളിച്ചു, ഇപ്പം ഞാൻ ആരാണ്, ഞാൻ ശ്രീദേവി പിള്ളയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആരാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും എത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നേക്കാം എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ ഒരുപാട് പേര് ചിലവരല്ല ഒന്നും സമയമില്ല, അങ്ങനെയില്ല, ഒന്നുമില്ല. നമ്മൾ ഒരു ഒട്ടും അറിയാത്ത ഒരാളും അദ്ദേഹം ഏറ്റവും സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നാണ്. പത്മശ്രീ ഉദയഭാനു സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ തരുണത്തിൽ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. നന്ദി. അതുപോലെ തന്നെ തമ്പി സാറാണ്. തമ്പി സാർ പറഞ്ഞ് കുടുംബപരമായിട്ട് നേരത്തെ സുഹൃത്തുക്കളായിരുന്നു, പക്ഷെ ഒരിടയ്ക്ക് വെച്ച് അതിങ്ങനെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. വീണ്ടും അത് ഇപ്പോൾ ഈ തരുണത്തിൽ പുനർജനിച്ചതാണ്. അപ്പോൾ അതിനുള്ള സന്തോഷമുണ്ട്. ഹരിപ്പാട്ടുകാരാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഒരുമിച്ച് പറയാനുള്ള ഒരു അർഹതയുണ്ടോ എന്നറിയില്ല, എങ്കിലും അദ്ദേഹം ഹരിപ്പാട്ടുകാരനാണ്, ഞാനും ഹരിപ്പാട്ടുകാരിയാണ്. അതിലുള്ള ഒരു ഐക്യം, മാനസികമായ ഐക്യവും ഒരു ഇമോഷൻസിൻ്റെ ഒരു എക്വിലിബ്രിയം എന്താണെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തോടുള്ള ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, ഞാൻ അങ്ങ് വന്നേക്കാം, എനിക്ക് തിരക്കുണ്ട്, പക്ഷേ ഈ ഞായറാഴ്ച ഞാൻ അങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തിനോടുള്ള സ്നേഹവും കടപ്പാടും ഇവിടെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ വിദ്യാധരൻ മാസ്റ്റർ എൻ്റെ ഗുരുതുല്യനാണ് ഇപ്പോൾ. തീർച്ചയായും ഞാൻ പാട്ടുകൾ കൊടുത്തു. 3ാമത്തെ ദിവസം മാസ്റ്റർ എന്നെ വിളിച്ചു. മാസ്റ്റർ പറഞ്ഞു, ദേവി ഞാനേ ഈ പാട്ടെല്ലാം അങ്ങ് മ്യൂസിക് ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയും എനിക്ക് വിളിച്ചത് തന്നെ എത്രയോ കൊല്ലം കൊണ്ട് എന്നോട് സംസാരിക്കുന്ന ഒരാളെ പോലെയാണ് വിളിക്കുന്നത്. ദേവി എന്നാണ് വിളിക്കുന്നത്. വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ആ പാട്ടെല്ലാം ചെയ്തു കേട്ടോ, നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് അജയ് പറഞ്ഞു, ഇത് ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ രാജഗോപാലേട്ടൻ എല്ലാവരും കൂടി ചേർന്ന് അത് ആൽബമാക്കി. അപ്പോൾ വിദ്യാധരൻ മാസ്റ്റർ ഇല്ലാതെ ഇവിടെ ഒരു സമ്മേളനം നടത്തുക എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കുമായിരുന്നു. മാസ്റ്റർ ആണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി ഇപ്പോഴും എന്നെ കാണുന്നു. അദ്ദേഹം ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഏറ്റവും സന്തോഷം. ഹൃദയമുരളിക ഉണ്ടായത് അദ്ദേഹം മൂലമാണ്. അദ്ദേഹത്തിനോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ഇത് സെയിം എല്ലാവരും കൂടി പറഞ്ഞ പോലെ തന്നെ ജെൻസി മാഡം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സൺഡേ ഈവനിങ് ആണല്ലേ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒന്നും കൂടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എത്തുകയാണ്, 8-ാം തീയതിത്തെ പ്രോഗ്രാം കൺഫേം ചെയ്തോളൂ എന്ന് പറഞ്ഞു. മാഡത്തിന്റെ പാട്ടുകളെല്ലാം ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് കേട്ട് വളരെ സന്തോഷത്തോട് കേട്ടുകൊണ്ടിരുന്നാലും കന്നിപ്പുമാനും ഒക്കെ ജെൻസി മാഡത്തോടുള്ള സ്നേഹവും സന്തോഷവും കടപ്പാട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിൽ ഉള്ള സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. പിന്നീട് ശ്രീ രവി മേനോനാണ്. അദ്ദേഹം വളരെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതുന്നൊക്കെ വായിച്ചിരുന്ന പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷെ വളരെ യാദൃച്ഛികമായിട്ട് നേരിട്ട് പരിചയപ്പെടാനും അദ്ദേഹം MSA കുറിച്ച് അറിയുവാനും ഹൃദയമുരളികയിലെ പാട്ടുകൾ കേൾക്കാനൊക്കെ ഇടയായി. എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സംസാരിക്കുകയൊന്നുമില്ല, എന്നാലും ഞാൻ എന്താണെങ്കിലും പ്രോഗ്രാമിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നു. പക്ഷേ ശ്രീ ഉദയഭാനു സാറിൻ്റെ നിർബന്ധം മൂലം അദ്ദേഹം 2 പേർക്ക് സംസാരിച്ചു. അദ്ദേഹത്തോടുള്ള ഏറ്റവും അധികമായ സ്നേഹം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് അജയുടെ ഫാമിലിയാണ്. അജയ് മേനോനെ പറ്റി ഇപ്പോൾ എല്ലാവരും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സുഹൃത്താണ്. ഇപ്പോൾ MSAയുടെ സുഹൃത്തുക്കളാരും നേരത്തെ പറഞ്ഞൊരു പ്രാവശ്യം കൂടി പറയാണ്, ഞങ്ങൾ ആരും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ MSA എന്നുള്ള സൈറ്റിൽ ഏകദേശം 60 സംഗീത സ്നേഹികളാണ്. നേരം കളയുകയാണോ എന്ന് മറ്റുള്ളവർക്ക് നേരം കളയുകയാണെന്ന് തോന്നുമായിരിക്കും. പക്ഷേ പ്രവർത്തിച്ച് ഈ സൈറ്റ് അജയ് മേനോൻ തുടങ്ങി വെച്ച ഈ സൈറ്റ് ഇപ്പോൾ ഈ നിലയിലാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് അതിനെക്കുറിച്ചൊരു ഒരു PowerPoint ഷോ ഉണ്ട്, എങ്ങനെയാണ് MSA പ്രവർത്തിക്കുന്നതെന്ന് അത് കാണാം. അപ്പോൾ അജയോടുള്ള സ്നേഹം, അജയൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും സന്തോഷവും ഞാൻ ഇവിടെ, കാരണം ഒരു പ്രൊഡ്യൂസർ
കാരണം എല്ലാവർക്കും ഒരു പ്രയാസമാണ്. ഇനി ഇതൊരു പാട്ട് എഴുതി ഇതിനൊരു സംഗീത സംവിധായകനും ഉണ്ടായി, ഇനി ഇതിന് പരസ്യം ആരും മുടക്കും, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ നിൽക്കാൻ ആരാ ഉള്ളത്? അപ്പൊ അത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. ലാഭം നോക്കിയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ യാതൊന്നുമില്ലാതെ കണ്ടുപോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അത് ചെയ്തതാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള സ്നേഹവും കടപ്പാടും ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ MP രാജശേഖരൻ നമ്മൾ സമാനമായ ചിന്താഗതികൾ കൊണ്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്ന് വിചാരിച്ച് ഇപ്പോൾ മുന്നിട്ടിറക്കിയിരിക്കുകയാണ്. MSAMaesthetic.com ശ്രീ രാജശേഖരൻ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ CDs ഇവിടെ ഞങ്ങളുടെ സ്റ്റാളിൽ വിൽക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ അഗാധമായ സംഗീത പാഠവുമുള്ള ഒരാളാണ്. CD-യിൽ സംഗീതം നൽകിയത് കേട്ടിട്ട് ഞാൻ ആകെ വല്ലാത്തൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ CD-യുടെ ഒരു സംഗീത ഇത് കണ്ടിട്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ ഈ CD കവർ ലേഔട്ട്, പിന്നെ വീഡിയോ, CD-യുടെ ഒരു പാട്ട് വീഡിയോ ആയിട്ടുണ്ട്, അത് പുറത്തിറങ്ങിയിട്ടില്ല. അതൊക്കെ ചെയ്തത് ദുബായിൽ പ്രിയേഷ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കണ്ടിട്ടില്ലാത്ത ഒരു സുഹൃത്താണ്. വളരെ ചെറിയ കുട്ടിയാണ്. ലേഔട്ട് ചെയ്തത് പ്രിയേഷാണ്. പ്രിയേഷിനോടുള്ള സ്നേഹം. പ്രിയേഷ് ഏത് രാത്രിയിലും പ്രിയേഷ് ഇതിങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് ഒറ്റയടിക്കാൻ പറയുന്നത്, ഈ ലേഔട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞ് ചെയ്തുതരുന്നു. ഇതിനിടയിൽ പറയാൻ പെട്ടെന്ന് വിട്ടുപോയതാണ് ശ്രീ TR രാജേന്ദ്രൻ സാർ ഉണ്ട്, കൈരളിയുടെ ഡയറക്ടർ. ഈ പറഞ്ഞ മാതിരി അജയുടെ ഫാമിലി ഫ്രണ്ടാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷപൂർവ്വം അജയ് ഏറ്റെടുത്ത ഒരു കാര്യത്തിന് അദ്ദേഹം അല്ലാതെ പിന്നെ ആരാണ് ഇവിടെ വരിക? അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും സന്തോഷവും ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. പിന്നീട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സമ്മതിച്ചത് എല്ലാവരും അവരുടെ ഒരു നേരം പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു താല്പര്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഉണ്ട് ഇവിടെ അരുൺ ശങ്കർ, കൃഷ്ണചന്ദ്രൻ, ശ്രീജു, ദീപക് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. അവരെല്ലാവരും MSAയുടെ സജീവ പ്രവർത്തകരാണ്. അവർ വന്നിട്ടാണ് ഇവിടെ എല്ലാം മേൽനോട്ടം നടത്തിയതും കാര്യങ്ങളെല്ലാം ഈ വിധത്തിൽ കലാശിക്കാനായിട്ട് ഇടയാക്കിയതും. അതുപോലെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് തരുന്നത് ഡോൺ ഹാപ്പനിങ്സിലെ ജോഷിയാണ്. സംബന്ധിച്ച് നമുക്കെല്ലാം സൗകര്യം ചെയ്തു തരാവുന്ന ജോഷിയോടുള്ള സ്നേഹം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. പിന്നീട് ഇവിടെ ഈ സദസ് വിളിച്ച എല്ലാ കുടുംബാംഗങ്ങളും സഹൃദയരായ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പരം ഒരു സന്തോഷം എനിക്കുണ്ടാവാനില്ല. തീർച്ചയായും വ്യക്തിപരമായ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു MSA എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ന് തന്നെ പറയാം, ഒരു വെർച്വൽ ഒരു സ്ഥാപനമാണ്. അത് എവിടെയാണ് എന്ന് വെച്ചാൽ അറിയില്ല. ആ വെർച്വൽ സ്ഥാപനത്തിന്റെ ഒരു ഭാഗഭാക്കായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വേണമെങ്കിൽ ഒരു ചുമതലാബോധമുള്ള ഒരു ഉദ്യോഗസ്ഥ, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ MSAക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെ സ്നേഹം നിറഞ്ഞ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി. ഇത് കഴിഞ്ഞാൽ ഓർക്കസ്ട്ര സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗാനമേള തുടങ്ങും. ഈ പ്രോഗ്രാം കവറേജ് ചെയ്യാനായിട്ട് താല്പര്യമെടുത്തത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടും കൈരളി TVയോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഓർക്കസ്ട്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പഴയ ഗാനങ്ങളുടെ ഗാനമേള ശ്രീ KP ഉദയഭാനു ഉൾപ്പെടെ അദ്ദേഹവും പാടുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പി എന്ന പേര് നമ്മൾ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് റിട്രീവ് ഇൻഫർമേഷൻ ലിറിസിസ്റ്റ് പിന്നെ സ്റ്റേറ്റ് അവാർഡ്സ് വിശേഷങ്ങളാണ്. ആർക്കൊക്കെ മലയാള സിനിമകൾക്ക് അവാർഡ് നൽകി തുടങ്ങിയ കാലം മുതൽ ആർക്കൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽ അവാർഡ് കിട്ടി എന്നുള്ളത് നമുക്ക് ഈ സ്റ്റേറ്റ് അവാർഡ്സ് ഇൻഫർമേഷൻ വിഭാഗത്തിൽ നിന്ന് ലഭിക്കും.
ഇത്രയാണ് നമ്മുടെ MSA. ഇത് ഇപ്പൊ കാണിച്ചത് വളരെ ചുരുക്കത്തിൽ MSA എന്താണെന്നൊന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഈ പറയുന്ന മൂവീസ് ഇൻഫർമേഷൻ, സോങ്സ് ഇൻഫർമേഷൻ, ഗാലറി, പാട്ടുപുസ്തകം, ആൽബം, തരംഗിണി, KPSC മുതലായ കമ്പനികളുടെ ആൽബങ്ങൾ മുഴുവനും ഇവിടെയുണ്ട്. മലയാളി സംഗീത പ്രേമികൾ ആണ്. ഏറ്റവും പ്രശസ്തമായ കാനന ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പണ്ട്
തങ്കമയിൽപ്പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൽ തേരോട്ടം തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽപ്പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൽ തേരോട്ടം കണ്ണാടി പോലെ നിന്നും കാഞ്ചീപുരം സാരി ചുറ്റി കണ്ണാടി പോലെ നിന്നും കാഞ്ചീപുരം സാരി ചുറ്റി കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണിമാല ചാത്തി കണ്ണാടി പോലെ നിന്നും കാഞ്ചീപുരം സാരി ചുറ്റി കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണിമാല ചാത്തി അന്നം പോൽ നടന്നു പോകും അഭിരാമി ആരാമമൊന്നു കാണാൻ മോഹമായി എനിക്കു മോഹമായി തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിലീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൽ തേരോട്ടം കണ്ണിനാൽ കണ്ണെറിയും കാമസേനെ നിന്നഴകിൽ കാണാത്ത കഥകളിലും മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ കണ്ണിനാൽ കണ്ണെറിയും കാമസേനെ നിന്നഴകിൽ കാണാത്ത കഥകളിലും മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ കരളിലെ മതിലകത്തു പമ്പമേളം പിന്നെ കല്യാണ പന്തലിലെ തലിയുമേളം നല്ല തല്ലുമേളം തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽപ്പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൽ തേരോട്ടം തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽപ്പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൽ തേരോട്ടം ഏതു വിശാല സ്മൃതിയിലും നിന്നോടൊരു വാക്കുരിയാടാൻ നിറമിഴികളിലും നിന്നെ വരം വയ്ക്കും ചാഞ്ചക്കം നിന്നെ വരം വയ്ക്കും ചന്ദന കുളിച്ചാതു ചാത്തിയ നീരാഞ്ജന മിഴികളിലും പൂവേ ആശയം എന്ന നിലയ്ക്ക് വിശദീകരിക്കാനല്ല പുതിയൊരു കാഴ്ചയെ തുറന്നു തരുന്ന വഴിയായിട്ട് നിലനിൽക്കുന്നു. ഇങ്ങനെ സാഹിത്യ സിദ്ധാന്തങ്ങൾ നിശ്ചയമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യ സിദ്ധാന്തങ്ങൾ പുതുതായി വന്നുകൊണ്ടേയിരിക്കുകയും കരകവിഞ്ഞു നിൽക്കുന്ന എഴുത്ത് ആ വ്യാഖ്യാനങ്ങൾക്കെല്ലാ ശേഷവും അവശേഷിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ഈ വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ സാഹിത്യീയതയെക്കുറിച്ചുള്ള ചില പുതിയ ബോധ്യങ്ങളിലേക്ക് ആശയങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ പര്യാപ്തമാണ് എന്ന കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ കവിതയുടെ തത്വം സാഹിത്യത്തിൻ്റെ തത്വം എന്നത് വാസ്തവത്തിൽ സാഹിത്യമാത്രമായ ഒരു പ്രശ്നമല്ല, മറിച്ച് അത് നമ്മുടെ മനുഷ്യജീവിതം എന്ന അതിവിപുലവും സങ്കീർണവും വൈരുദ്ധ്യപൂർണവുമായ ഒരു അവസ്ഥയെ വിശദീകരിക്കാനുള്ള നാനാതരം സാമഗ്രികളിൽപ്പെട്ട ഒന്നായിട്ടാണ്
സാഹിത്യ തത്വങ്ങൾ നിലനിൽക്കുന്നത് എന്ന ഒരാശയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. നിശ്ചയമായും അതുകൊണ്ട് തന്നെ സാഹിത്യ തത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സാഹിത്യത്തെ മനസ്സിലാക്കാനും സാഹിത്യത്തെ താത്വികമായി വിശദീകരിക്കാനും കേവലാനുഭൂതികളുടെ തലത്തിലല്ലാതെ താത്വികമായി വിശദീകരിക്കാനും ശ്രമിക്കുന്ന സമയത്ത് രൂപം എന്തെന്ന് ചോദിക്കാൻ, ഭാവം എന്തെന്ന് ചോദിക്കാൻ, രൂപഭാവങ്ങൾ തമ്മിൽ ഇണങ്ങി നിൽക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കാൻ, ഈ ഇണക്കം തന്നെയായി തിരിച്ചറിയപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിക്കാനൊക്കെ നാം മുതിരുന്ന സമയത്ത് സാഹിത്യത്തിനപ്പുറമുള്ള ചോദ്യങ്ങളിലേക്ക് അത് വളരെ പെട്ടെന്ന് ചെന്നു ചേരുകയും മനുഷ്യ ജീവിതത്തിൻ്റെ ചരിത്രപരത എന്ന് പറയുന്ന വളരെ വ്യാപകമായ ഒരു സന്ദർഭം അതിൽ രൂപപ്പെട്ട് വരികയും ചെയ്യും. നിശ്ചയമായും എല്ലാ സാഹിത്യ പഠനങ്ങളും ഈ നിലയ്ക്ക് അനുഭൂതിയെ ചരിത്രപരമായും സമൂഹ ബന്ധങ്ങൾക്കകത്തും വച്ച് വിശദീകരിക്കാനുള്ള ശ്രമമായിട്ടാണ് നിലനിൽക്കുക. അത്തരം ശ്രമങ്ങളിലൂടെയാണ് നമുക്ക് സാഹിത്യ അനുഭവത്തെ കൂടുതൽ സൂക്ഷ്മമായി തിരിച്ചറിയാനും നമ്മെ തന്നെ എങ്ങനെയാണ് നമ്മുടെ അനുഭൂതി ലോകം രൂപപ്പെട്ടത് എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനുള്ള, എന്തുകൊണ്ടാണ് ഈ അനുഭവം എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുന്നതിനുള്ള പ്രേരണയോ ഉപാധിയോ ആയിട്ട് ഒരു സാഹിത്യ തത്വം മാറിത്തീരുന്നത് ആ നിലയ്ക്കാണ്. അത് നിശ്ചയമായും മനുഷ്യർ നേടുന്ന ആത്മവിമർശനത്തിൻ്റെ, ആത്മാവബോധപരമായ തിരിച്ചറിവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിലാണ് സാഹിത്യ സിദ്ധാന്തങ്ങൾ ഓരോ കാലം കഴിയുമ്പോഴും അപ്രസക്തമായി പോകുമെങ്കിലും ഈ സൈദ്ധാന്തിക അന്വേഷണങ്ങൾ ആകമാനം പ്രസക്തി കൈവരിക്കുന്നത് അത് ഈ നിലയിലുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവയ്ക്ക് കഴിയുന്നത് കൊണ്ടാണ്. നിശ്ചയമായും നമ്മുടെ കവിതയുടെ തത്വമെന്ത്, കവിതയുടെ രൂപഘടന എങ്ങനെ നിലവിൽ വരുന്നു, അവയെ രൂപപ്പെടുത്തുന്ന പ്രേരണകൾ എന്തെല്ലാം എന്ന് ആരായുകയും അതിന് വിശദീകരണം നൽകുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് സാനുമാഷിൻ്റെ ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട കാവ്യതത്വ പ്രവേശിക. ഇതും നമ്മുടെ സാഹിത്യ സൈദ്ധാന്തികതയെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും കൂടുതൽ സൂക്ഷ്മമാവുകയും ദീർഘമായ നമ്മുടെ സൈദ്ധാന്തിക അന്വേഷണങ്ങളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നായി അത് മാറിത്തീരുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ശ്രീ സുനിൽ പി ഇളയിടം. ഔപചാരികമായ നന്ദി പ്രകാശനത്തിനായി DC ബുക്സിൻ്റെ എഡിറ്റോറിയൽ സമിതി അംഗം ശ്രീ അബു തോമസിനെ ക്ഷണിക്കുന്നു. ബഹുമാനിയെ, DC ബുക്സിൻ്റെ 8ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് നടന്ന പുസ്തക പ്രകാശനത്തിലും ബഷീർ അനുസ്മരണത്തിലും പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും DC ബുക്സിൻ്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സാംസ്കാരിക സമ്മേളനം ഇതോടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഈ വേദിയിൽ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന കഥയെ ആസ്പദമാക്കി ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത നാടകം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഭാഗമാണ് ഇപ്പോൾ റീടച്ച് ചെയ്യേണ്ടതെങ്കിൽ ഇതിനെ തൊട്ടടുത്തുള്ള റീടച്ച് ചെയ്യേണ്ട ഏരിയയിൽ ക്ലിക്ക് ചെയ്യും. ഇതേ രീതിയിൽ തന്നെ ഈ ഫോട്ടോയിലെ മറ്റുള്ള ഭാഗങ്ങളും റീടച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ആദ്യത്തെ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. പ്രിയപ്പെട്ട
സാറാമേ, ജീവിതം യൗവനദേശവും ഹൃദയം പ്രേമസുലഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയും ഗാഢമായി ചിന്തിച്ച് മധുരോദരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. എഴുത്ത് ഉദ്ദേശിച്ചതിൽ നന്നായിരിക്കുന്നു. കവിതയും തത്വജ്ഞാനവും മുഴുവനും എഴുത്ത് ഗംഭീരമായിരിക്കും. അല്ല, ഈ എഴുത്ത് കൊടുത്താൽ സാറാമ്മ വായിക്കുമോ? മറുപടി തരുമോ? കളിയാക്കുന്ന സ്വഭാവക്കാരിയാണ് സാറാമ്മ. എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഓരോ അവസരവും സാറാമ്മ വെറുതെ വിടാറില്ല. അന്നത്തെ ആ കളിയാക്കൽ ഞാനത് ഇപ്പോഴും മറന്നിട്ടില്ല. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ പ്രസ്താവന. എനിക്ക് നല്ല സുഖമില്ല, തലകറങ്ങുകയാണ്. അത്യാവശ്യമായ ഉടമനും പോകണം. ഹിമാലയം വരെ തപസ് ചെയ്യാൻ ഉച്ചന്ന് നാട്ടികളായ നിങ്ങൾക്ക് മംഗളം. നീയോ എന്തിന്? അടുത്ത വീട്ടിലെ പശുവിനെ കൂട്ടി കൊണ്ടുവരാം. എന്റെ ദൈവമേ, ഈ നേരകമാരെ കൊണ്ട് ഞാൻ തോറ്റു. സ്വന്തമായി തപസ്യ സമർപ്പിക്കുന്നതല്ലേ? എന്തൊന്നും ചോദ്യം? ചോദ്യത്തിന്റെ പേരിൽ ചോദിച്ചോളൂ. ഒന്നല്ല, 1000 ചോദ്യങ്ങളെങ്കിലും ചോദിച്ചു. ഭൂഗോളം ഈ ഭൂഗോളം എന്നൊക്കെ പറയുന്നത് പുരാഗോള പ്രതിഭാസമാണ്. ഇത് ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കുടിക്കാൻ വെള്ളമില്ല, വനങ്ങളും വയലുകളും കുറഞ്ഞു വരും, ആകെ ഞെരുക്കമായി തുടങ്ങി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുട്ടികൾ 2 വീതം മതി. കളിയാക്കുള്ള ചെറുത്തന്റെ മുന്നേ സാറാമയ്ക്കൊന്നും ഒരു സ്നേഹവുമില്ല. സുന്ദരവും സുരഭിലവും ദിവ്യവും അമ്മയുടെ ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണ്. വേണ്ടി വന്നാൽ ഒരു ഫുൾടോൺ സ്റ്റിക്കറും ഞാൻ നടത്തും. അതൊരു തരം പുതുപുത്തൻ സമരമുറയാണ്. അതായത് ഇനിയും ഓടാനും ഒന്നുമില്ലാതെ തലകുത്തൻ നിൽക്കുക. എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നാ മതി. ഇനിയും ചോദ്യവും സ്ത്രീ ഒരു മുൻകാപ്പി കുസോട്ടയാണ്. സാർവ കുലുമാലികളുടെ ഉറവിടം. ആരും പറഞ്ഞതല്ല, ഞാൻ പഠിച്ചതാണ്. സാറാമ്മ സംഗീതമാണ്, സുഗന്ധമാണ്, എല്ലാ നല്ല കിനാവുകളുടെയും ഉറവിടമാണ്. ഒരു കാര്യം പറഞ്ഞാൽ സാറാമ്മയ്ക്ക് ദേഷ്യം വരുമോ? അതേ, ഈ സ്ത്രീകളുടെ തലയ്ക്കകത്ത് തലച്ചോറില്ല, ഒക്കെ ആവിയായി പോയി. സ്ത്രീകളുടെ തലയിലേക്കുള്ള തലച്ചോറ് വേറെയില്ല. ആരും ഇതുവരെ സ്ത്രീകളുടെ തലച്ചോറിനെ
സാറാമ്മയ്ക്ക് ഞാനങ്ങനെ എൻ്റെ പ്രേമലേഖനം കൊടുത്തു. ഈ പ്രേമം എന്ന് പറയുന്നത് സാറാമ്മയെ തിന്നിയിട്ടില്ല. 1,00,000 തവണ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാ. പ്രേമത്തിന്റെ സെന്റ് കുപ്പി തുറക്കാൻ ഭാവിക്കുമ്പോൾ അവൾ നോക്കുന്നത് എന്താണ് തിരുവാട ഇങ്ങനെ കുളിക്കാറില്ലേ എന്ന ഭാവത്തോടെ അവളെന്നെ നോക്കും. അവളുടെ ആ നോട്ടം അല്ല, ഈ സാറാമ്മയെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ എന്താണ് വഴി? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ. കാരണം ആവശ്യം എന്റേതായി പോയില്ലേ. ആ നോക്കട്ടെ. വരാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ശ്രീമാൻ കേശവൻ നായർ വന്ന മാസികം ഇവിടെ കൊണ്ടിരുന്നത് ഞാൻ കണ്ടു. ഞാൻ അതെടുക്കാൻ വന്നത്. എന്നാ പിന്നെ എന്നെയൊക്കെ സ്നേഹിച്ചുകൂടെ? അല്ല, ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹൃദയം. അതെ, ഇതാ. ശിവായി കൊണ്ടുവന്ന മാസിക വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? സാറാമ്മ ചിറ്റമ്മയുമായി കൂടി എന്നോട് വാടക ചോദിക്കുമെന്നാ തോന്നുന്നത്. അതുവരെ ആയോ? ഞാൻ താമസിക്കുന്ന മുൻകൂടി വാടകയ്ക്ക് മാറ്റി പ്രതിഷ്ഠിച്ചാൽ ചിറ്റമ്മയുടെ ആരാധകൻ. ചിറ്റമ്മ പറയുന്നത് പോലെ അല്ലാതെ അപ്പച്ചന് സ്വന്തമായി ഒരഭിപ്രായം. അപ്പച്ചൻ ചിറ്റമ്മയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു കാര്യം? അന്നൊക്കെ അപ്പച്ചനായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ആണുങ്ങളുടെ തലയ്ക്കകത്തൊന്നും ഇല്ലെന്നാണ്. സാറാമ്മയ്ക്ക് ഈ കെട്ടിടത്തിന്റെ അവകാശമൊന്നും എനിക്ക് എന്നാ അവകാശമുണ്ട്? ചിറ്റമ്മ കൊണ്ടുവന്ന സ്ത്രീധനം കൊണ്ടാണ് ഇതിനു മേലുണ്ടായിരുന്ന കടമ. എന്റെ അമ്മച്ചിയുടെ സുഖേടുകൾ മണ്ണാടി യന്ത്രത്തിനുമായി വറ്റി വെച്ചാണ് അപ്പച്ചൻ പറയുന്നത്. പാവം എന്റെ അമ്മച്ചി 2 വർഷം കൂടെ ജീവിച്ചിട്ട് ജോലി കിട്ടാത്തവരായി ധാരാളമുണ്ട്. അല്ല, എന്നാലും അവസ്ഥ ജോലി ചെയ്യുന്ന ബാങ്കിൽ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും എനിക്കൊരു ജോലി. എന്താണ് ആലോചിക്കുന്നത്? അല്ല, എവിടെയെങ്കിലും ഒന്നുകൊണ്ടോ ആലോചിക്കാൻ കാണുന്നത് വലിയ ഇതിനാരെ ശുപാർശയും കൽപ്പിനും ഒന്നും ആവശ്യമില്ല. ആലോചിച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. എവിടെ? ഒരുകൊണ്ട് എവിടെ? നാളെ പറയാം. നാളെയോ? അതെ, നാളെ തീർച്ചയായും പറയാം. പറഞ്ഞാൽ പോരാ, കിട്ടുമോ? തീർച്ചയായും കഴിയും. എന്റെ കർത്താവേ, എന്റെ മനസ്സിനൊരു ആശ്വാസം. നാളെ വരണം. നാളെ പേസ് അതെ, പിന്നെ പറയൂ. അല്ല, നാളെ പറയാം.
സാറാമ്മയെ പറ്റി ഒരു മഹാകാവ്യം തന്നെ. പക്ഷേ എനിക്ക് കവിത എഴുതാൻ അറിയാമായിരുന്നെങ്കിൽ സാറാമ്മ എന്ന മാലാഖയെ പറ്റി മഹാകാവ്യം. ആ മാലാഖയുടെ തിരുസന്നിധിയിൽ ഞാനിപ്പോ ചിന്തിക്കേണ്ടത് മരണത്തെ പറ്റിയാണ്. ഇപ്പോ ചിന്തിക്കേണ്ടത് ഉണ്ടാകാൻ പോകുന്ന വിജയത്തെ പറ്റിയാണ്. അതെ, സാറാമ്മയ്ക്ക് അവൻ സമ്മതിച്ചാൽ ഈ ജോലിയുടെ രൂപം കാണുമ്പോൾ സാറാമ്മയുടെ ഭ്രാന്തി കീറും. അങ്ങനെയൊന്നുമില്ല. എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ആ ജോലിക്കാരി അത് സാറാമ്മ അത് നിരസിക്കും. ഇല്ല, ഞാൻ ഒരിക്കലും നിരസിക്കില്ല. ഈ തീരുമാനത്തിൽ ഒപ്പിക്കേണ്ടി വന്നാലും എല്ലാ ദുഃഖവും ത്യാഗവും ഞാൻ സഹിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ താമസിക്കാൻ വരുന്നതിന് മുമ്പ് എനിക്ക് 3 വിവാഹാലോചനകൾ വന്നു. ഞാൻ സന്തോഷിപ്പോ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാളുടെ കൂടെയുള്ള ദാമ്പത്യ ജീവിതത്തിലെ സുഖാർത്തിക്കല്ല, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി. പക്ഷേ 3 തകർന്നു. സ്ത്രീധനം കൊടുക്കാതെ എന്നെ ആരും കെട്ടിക്കൊണ്ട് എല്ലാം എന്റെ കുറ്റം കൊണ്ടാണെന്ന അപ്പച്ചനും ചിറ്റമ്മയും പറയുന്നത്. തൊടുന്നതിനൊക്കെ കുറ്റം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു. പക്ഷേ എങ്ങും ഒഴിവില്ല. ഒഴിവുണ്ട്. പറയാം. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ്? പെണ്ണിനെ സൂക്ഷിക്കാൻ ആളിന് കൊടുക്കുന്ന കൂലി. അതെ, എന്നെ ഒരാൾ കെട്ടിക്കൊണ്ടു പോകുന്നു എന്നിരിക്കട്ടെ. എന്നെ അങ്ങ് കെട്ടിക്കൊണ്ടു പോയാൽ പിന്നെ എന്റെ തീറ്റയ്ക്കും ഉടുപ്പിനും പേരിനും പേരിനും മറുനാടി എന്നതിനുമൊക്കെ പണം വേണ്ടേ? ഞാൻ മുൻകൂട്ടി കൊടുത്താലേ എന്നെ ഒരാൾ കെട്ടിക്കൊണ്ടു പോകും. ഞങ്ങളുടെ ജാതി മര്യാദയാ. ഈ സ്ത്രീധന ഏർപ്പാട് ഇല്ലായിരുന്നെങ്കിലും ഈശ്വര, ഈ സ്ത്രീധന ഏർപ്പാട്ടെ ഞാൻ വെറുക്കുന്നു. സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ സ്നേഹിക്കുന്നു. എന്തിന്? അതായത് ഈ സ്ത്രീധന ഏർപ്പാട് എല്ലാ സമുദായത്തിലുമാണ്. അതുകൊണ്ട് സ്ത്രീധനം കൊടുക്കാൻ ശ്രമിക്കുന്നു. സ്ത്രീധനം കൂടാതെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഇതര സമുദായക്കാരെ വിവാഹം ചെയ്യണം. നല്ല പുതുമ. അതെ, നായർ ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനി നായരെയും ഹിന്ദു മുസ്ലിം മുസ്ലിം അല്ല, എന്നതാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ജോലി? അയ്യോ ഇല്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ സാറാമ്മയെ സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലി. അല്ല, സാറാമ്മ ജോലിയെ പറ്റി എന്ത് പറയുന്നു? ജോലി തരക്കേടില്ല. പക്ഷേ ശമ്പളമോ? ശമ്പളം എന്താ വേണം? 100 രൂപ. ഇത് വളരെ കുറവ്. പോട്ടെ, ഈ ജോലി സ്ഥിരമോ അതോ തൽക്കാലത്തേക്ക് മാത്രമോ? സ്ഥിരം, ശാശ്വതം, അനന്തം. സാറാമ്മ എങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുമോ? കേൾക്കും. അല്ലേ കൊല്ലണമോ? കൊല്ലം. സമുദ്രം നീന്തി കിടക്കണമോ? അതും ചെയ്യാം. സാറാമ്മയ്ക്ക് വേണ്ടി ഭരിക്കാൻ ഞാൻ തയ്യാറാണ്. തൽക്കാലം മരിക്കണമെന്നില്ല. പിന്നെ തലകുത്തി നിൽക്കാൻ പറ്റുമോ? സത്യമായിട്ടും തലകുത്തി നിൽക്കണോ? സത്യമായിട്ടും തലകുത്തി നിൽക്കണം. എന്നാലും സാറാമ്മേ, എന്റെ ഈ തലയിൽ വെച്ചോണ്ട് ഞാൻ തന്നെ തലകുത്തി നിൽക്കണോ? പിന്നെ നിൽക്കില്ല. എന്റെ സാറാമ്മയ്ക്ക് വേണ്ടി തലയിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയില്ല. അല്ല, സാറാമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സാറാമ്മ എന്റെ ജോലി സ്വീകരിച്ചു. സാറാമ്മേ, അയ്യോ, ഞാൻ സാറാമ്മയ്ക്ക് തലകുത്തി നിൽക്കാൻ ഇത് വലിയ ത്യാഗമൊന്നുമല്ല. പ്രേമത്തിന് വേണ്ടി മഹാസാമ്രാജ്യങ്ങൾ ഉപേക്ഷിച്ച
ഒത്തിരി 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 സ്നേഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഇന്റർമീഡിയറ്റ്, എന്റെ പ്രിയ നിലാവെളിച്ചമേ, ഞാൻ വേണമെങ്കിൽ ഇവിടെ എങ്ങാനും കുത്തിയിരുന്നുകൊണ്ട് 10 മഹാസാമ്രാജ്യങ്ങൾ ഉപേക്ഷിക്കും. പക്ഷേ പ്രേമത്തിന് വേണ്ടി തലകുത്താണ് ഇങ്ങനെ ത്യാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ വെല്ലുന്ന ഒരു ത്യാഗം ചരിത്രത്തിൽ കാണുകയാണ്. തലകുത്താണ് നിൽക്കാൻ പോകും. ഇതിനേക്കാൾ വലിയ ത്യാഗം വല്ലത് കൊണ്ടു. നോക്കിക്കോളൂ, ഒറ്റ തവണ ഞാൻ നിൽക്കും. എന്തുകൊണ്ടാണ് ജീവിതത്തിലൊരു തത്വശാസ്ത്രമൊക്കെ കണ്ടുപിടിക്കാൻ ചിന്തകളാകെ തുടങ്ങുന്നത്? ഞാൻ ദിവസവും സാറാമ്മയ്ക്ക് പ്രേമലേഖനം അവളിത് വായിച്ച് കീറിക്കളെ. ഇന്നലെ ഞാൻ അവൾക്ക് എഴുതിക്കൊണ്ട പ്രേമലേഖനം അവളെടുത്ത് കൊണ്ട് ഉണിത്തിരി വന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അല്ല, എന്റെ സാറാമ്മയ്ക്ക് വേണ്ടി ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. അവളത് വായിച്ച് ഇന്നലെ ഞാൻ അവൾക്ക് എഴുതി കൊടുത്ത പ്രേമലേഖനം അവളെടുത്തോണ്ടേ ഉപയോഗിക്കരുത്. ഈ സ്ത്രീ ഹൃദയത്തിന്റെ ഒരു കാഠിന്യം, ഡബിൾ ഡബിൾ പ്ലൂറൽ. ഞാനിപ്പോ സ്ത്രീകളെ വെറുക്കുന്നു. ഈ സ്ത്രീകളെല്ലാം ഒരു ബ്ലഡി ഫൂൾസ് ആണ്. അതെ, സാറാമയും ഒരു ബ്ലഡി ഫൂൾ തന്നെ. എനിക്കിനി സാറാമയുമില്ല, ഒരു പ്രേമവുമില്ല. ഞാൻ ഒരു മാന്യനാകാൻ തീരുമാനിച്ചു. ശമ്പളമോ? എന്താണ് നിന്റെ ശമ്പളം? ഒടുവിൽ ഇങ്ങനെ ആയല്ലേ? ഞാനെല്ലാം അനുഭവിക്കേണ്ടവളാ. എന്റെ തലയ്ക്കുള്ളിൽ നിലാവിളിച്ചമാണെന്ന് ആളുകൾ പറയുന്നത് വെറുതെയാണോ? മനുഷ്യ 15 ദിവസമായി ഞാൻ ഈ ജോലി ചെയ്ത് നടക്കുന്നു. എന്റെ സാറാമേ, നേരത്തെ പ്രായത്തിൽ അതെങ്ങനെയാ? ഞാൻ
ഈ ചുമതലകാരൻ നമ്മുടെ കരാറില്ലല്ലോ. വേണ്ട സാറാമ്മ ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ഈ നിലാവെളിച്ചത്തിൽ നമുക്ക് അല്പനേരം ഇരിക്കാം. പ്രേമസാഗരയായ എൻ്റെ രാജകുമാരി, പ്രണയത്തിൻ്റെ ഈ നിലാവൃത്തത്തിനുള്ളിൽ നിന്ന് ഞാൻ നിന്നെ ഒന്ന് ആലിംഗനം ചെയ്യട്ടെ. നിന്നെ ഞാനൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ. രാത്രിയേക്കാൾ കറുത്ത നിന്റെ കേശഭാരം ചുരുള ചുരുളായി എന്റെ മേൽ വീഴുന്നു. പ്രേമം നിത്യ വിസ്മയമായ മധുരസുരഭിലമായ അത്ഭുത സുന്ദരമായ പ്രതിഭാസമായ പ്രേമം. പ്രേമം ഞാൻ ഇരുട്ടിലൊന്നുമല്ല, ഞാൻ സ്നേഹത്തിന്റെ നിലാവെളിച്ചത്തിലാണ്. ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് നല്ലൊരു നിലാവെളിച്ചത്തിലാണ്. നമ്മുടെ രണ്ട് പ്രേമത്തിൽ ഒരു മതിലുണ്ട്. മതങ്ങളുടെ കർത്തം നമുക്കതൊന്ന് തകർക്കണമെന്ന്. നമ്മുടെ സ്നേഹത്തിന്റെ ചൂടുകൊണ്ട് അത് സ്വയം തകർന്നു വീഴും. ആ പ്രേമലേഖനം നീ എന്ത് ചെയ്തു? ഏത് പ്രേമലേഖനം? ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമ സുരഭിലവുമായിരിക്കുന്നു. അതെ, അതെന്ത് ചെയ്യുന്നു? ചുരുട്ടിക്കൂട്ടി കളഞ്ഞോന്നറിയാം. ഹൃദയമായിരുന്നു. ഒരത്ഭുത രഹസ്യത്തെ അതോ പിന്നെ പറയാം. പിന്നെ പറയാമെന്ന് കുറച്ച് 6.5 മണിക്കൂർ ആറാമക്ക് അവസാനമായി ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമ സുലഭവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ. ചോദ്യം 1, അപ്പറ്റി കൊടുക്കാനുള്ള വാടക കൊടുത്തു കിട്ടോ? ചായക്കടക്കാരന്റെ കടകൾ. മൂന്നാമത്തെ ചോദ്യം, പഠിച്ചതിന് പണമുണ്ടോ? അവസാനമായി ഒരു ചോദ്യം കൂടി, പണം എവിടെ നിന്നുണ്ടായി? കൊള്ളാം. അങ്ങനെ ശ്രീമാൻ കേശവൻ നായർ ഈ രാജ്യം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ആരും സ്മരിക്കാനില്ല. ഞാൻ അദ്ദേഹത്തിന് നാലിനെ പഠിക്കുന്ന വണ്ടിക്ക് എന്റെ കൂടെ വരണം. ഞാൻ പോകുന്നുണ്ട്. ഈ സാറാമയ്ക്ക് ഇപ്പോഴും വിനോദമായി. വിനോദം ജീവിതത്തിന്റെ എന്താണെന്ന് അറിയാമോ? വണ്ടി സ്റ്റേഷനിൽ വെക്കാനേ പ്രേമലേഖനമാണ്. വണ്ടി സ്റ്റേഷനിൽ വെക്കാനേ ഇത് തുറന്നു നോക്കുന്നു. സത്യം പോരാ, ഭക്തിയും വിശ്വാസവുമുള്ള എനിക്കേറെ ഭക്തിയും വിശ്വാസവും.
സൂര്യപ്പനെ ഞാൻ പറഞ്ഞിരിക്കും. അല്ലേ ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്ത് പെരുമാറ്റം? സാരാമ എന്ത് ത്യാഗം ചെയ്തു? ഞാൻ എന്റെ അപ്പച്ചനെ ചുറ്റും ഇഷ്ടത്തോടെ വരുന്നില്ലേ? വരുന്നുണ്ട്. എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്റെ ത്യാഗമയി ആകാശം വിട്ടാണ് കണ്ടേ. ഇന്ന് രജിസ്റ്റർ വെച്ച് ഭാര്യ ഭർത്താവുമായി സമ്മതമാണോ? അയ്യോ പ്രേമനോ വായിക്കാം. എന്നെന്താ 2500 രൂപയുണ്ട്. ഇതിൽ നിന്ന് ഒരു റിസ്റ്റ് വാച്ച് സ്വർണ്ണ മോതിരം വാങ്ങണം കേട്ടോ? ആ ഏത് മറ്റേത് വായിക്കാൻ തിടുക്കമായോ? ജീവിതം യൗവനത്തിഷ്ടവും ഹൃദയം പ്രേമസുന്ദരവുമായിരിക്കുന്ന ഈ അസുര കാലഘട്ടത്തിൽ നമ്മൾ തന്നെയാണ് പ്രേമലേഖനം. യുവാവാകുന്ന യുവതിയാകുന്ന പ്രേമലേഖനം. സമൂഹം ചർച്ച ഓർത്തു നോക്കും. പ്രായമായ 2 സ്വതന്ത്ര ജീവികൾ ദേശം വിദ്യാഭ്യാസവും സമൂഹം കൊണ്ട് മതിലുകളുണ്ടാകും. സഹാനുഭൂതി ഇവ മറക്കരുത്. അതുകൊണ്ടും തീർച്ചയായും ആനന്ദകരമായ ഒരു ദിവസമാണ്. നമ്മോടൊപ്പം ശ്രീ ONV കുട്ടി സർ, ചെമ്മനം ചാക്കോ സർ തുടങ്ങിയ പ്രശസ്തരായ സാംസ്കാരിക പ്രവർത്തകരും കവികളും നമ്മോടൊപ്പമുണ്ട്. ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി DC ബോസിന്റെ സാരഥിയായ ശ്രീ രവി DC സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ ONV കുറുപ്പ്, സുഗതകുമാരി ടീച്ചർ, ശ്രീ ചെമ്മനം ചാക്കോ, ലക്ഷ്മി ദേവി, സുരേഷ് വെള്ളിമംഗലം, സെബാസ്റ്റ്യൻ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹോദരരെ, DC ബുക്സ് സംഘടിപ്പിക്കുന്ന 8ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയും പുസ്തകോത്സവത്തിൻ്റെ സാംസ്കാരികോത്സവത്തിൻ്റെയും 3ാം ദിവസമാണെന്ന് 30-ാം തീയതി വൈകിട്ട് 5:30 പ്രശസ്ത ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റ് ശ്രീമതി മരിയ അംപാരോ എസ്കാൻഡറാണ് ഈ പുസ്തകമേളയുടെ അല്ലെങ്കിൽ ഈ 8ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്നത് 3ാം ദിവസമാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് വ്യക്തികൾ ഈ മേള സന്ദർശിച്ചു കഴിഞ്ഞു. ഇത് 4ാം തവണയാണ് കൊച്ചിയിൽ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പുസ്തകമേള DC ബുക്സ് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ദിവസം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ 2 or 3 പ്രധാനപ്പെട്ട പുസ്തകമേളകൾ കഴിഞ്ഞാൽ, അതായത് വേൾഡ് ബുക്ക് ഫെയർ ന്യൂഡൽഹി, വേൾഡ് ബുക്ക് ഫെയർ കൽക്കട്ട, ഡൽഹി ബുക്ക് ഫെയർ എന്നിവ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും
ചിട്ടയായിട്ടും അതിലുപരി 12 ലക്ഷത്തോളം പുസ്തകങ്ങൾ അണിനിരത്തി ഒരു വലിയ പ്രദർശനമാണ് ഞങ്ങളിവിടെ കാഴ്ചവെക്കുന്നത്. മലയാളത്തിലുള്ള 98% പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഒപ്പം 300ഓളം പ്രസാധക സ്ഥാപനങ്ങളുടെ പുസ്തകങ്ങളും ലഭ്യമാണ്. ഗ്ലോബൽ പബ്ലിഷിങ്ങിലുള്ള 300ഓളം പ്രസാധക പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഹാർപ്പർ കോളിൻസ്, പെൻഗ്വിൻ, ഹാഷറ്റ്, രൂപ തുടങ്ങി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്, മാക്മില്ലൻ, ഇങ്ങനെ ഒട്ടനവധി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസാധകരാണ് ഈ മേളയുടെ ഭാഗമായിട്ടുള്ളത്. 60ഓളം പുസ്തക സ്റ്റാളുകളിലായിട്ടാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നിർത്തിയിട്ടുള്ളത്. ഒപ്പം ഒരു വലിയ വിഭാഗം തന്നെ മലയാളത്തിനായിട്ടും മാറ്റിവെച്ചിട്ടുണ്ട്. DC ബുക്സിനെ പറ്റി ഞാനിവിടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. DC ബുക്സ് ഇന്ന് ഇന്ത്യയിലെ തന്നെ 5ഓ 6ഓ വലിയ ലിറ്റററി പബ്ലിഷിംഗ് ഹൗസസിൽ ഒന്നായിട്ട് മാറിയതിൻ്റെ പുറകിൽ ഞങ്ങളുടെ വായനക്കാരുടെയും അതിലുപരി ഞങ്ങളുടെ എഴുത്തുകാരുടെയും സഹകരണമാണ് തീർച്ചയായിട്ടും ഉള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളാം. ഇന്ന് ഈ ചടങ്ങിനൊരു പ്രത്യേകതയുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ 75ാം പിറന്നാൾ കൂടിയാണിന്ന്. ടീച്ചർക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളാം. ഇന്നിവിടെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ONV ഗ്രൂപ്പ് സാറാണ്. സാറിനെ ഞാൻ വിശദീകരിച്ച് പരിചയപ്പെടുത്താൻ മുതിരുന്നില്ല. ഇന്ത്യയിൽ അറിയപ്പെടുന്ന കവി, പ്രൊഫസർ, എല്ലാത്തിലുപരി DC ബുക്സിൻ്റെ അഭ്യുദയകാംക്ഷി. സാറ് വളരെ ക്ലേശം സഹിച്ചാണ് സാറ് ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേരാൻ നേരത്തെ ഞങ്ങളോട് സമ്മതിച്ചിരുന്നു. വളരെ ക്ലേശം സഹിച്ചാണ് സാറിന് ഇവിടെ എത്തിച്ചേർന്നത്. സാറിനോടുള്ള നന്ദിയും കടപ്പാടും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സാറിനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഇന്ന് സുഗതകുമാരി ടീച്ചറുടെ അമ്പലമണിയുടെ സ്പെഷ്യൽ പതിപ്പ് ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ടീച്ചർ നവംബറിൽ ടീച്ചറെ 6ാമത് DC അന്താരാഷ്ട്ര പുസ്തക മേളയുടെ വേദിയിൽ തിരഞ്ഞെടുത്തു കണ്ടപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇങ്ങനെ ഫെബ്രുവരിയിലൂടെ നടത്തണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ടീച്ചർ വളരെ സന്തോഷത്തോടുകൂടിയാണ് സമ്മതിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ടീച്ചറുടെ ജന്മദിനവും ഈ ദിവസങ്ങളാണെന്നുള്ളത് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഈ പുസ്തകം അമ്പലമണിയുടെ സ്പെഷ്യൽ പതിപ്പ്, പ്രത്യേക പതിപ്പ് പ്രകാശിപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ടീച്ചർക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ടീച്ചറെ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ചമ്മനം ചാക്കോ സാർ ഈ നടന്ന് തിരുവനന്തപുരത്ത് വെച്ചാണ് ആ ദിവസം തന്നെ ചമ്മനം ചാക്കോ സാറോട് ഉണ്ടായിരുന്നു. സാറ് എറണാകുളത്തോട്ട് വന്നിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സാറ് DC ബുക്സിൽ ഒറ്റ സുഹൃത്താണ്. കേരളത്തിൽ അറിയപ്പെടുന്ന കവിയാണ്. സാറിനെ യോഗത്തിൽ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ചമ്മനം ചാക്കോ സാറിനെ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയുടെ ഉപ്പുപാവകൾ എന്ന ഏറ്റവും പുതിയ കവിതാ സമാഹാരം ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ മകൾ കൂടിയാണ് ലക്ഷ്മി ദേവി. ഇന്ന് ഒരു പിറന്നാൾ ദിവസം അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷത്തിൽ
ലക്ഷ്മി ദേവിയും എത്തിച്ചേർന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ലക്ഷ്മി ദേവിയും ഈ യോഗത്തിലേക്ക്, ഈ പുസ്തകപ്രകാശ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്ന മറ്റൊരു പുസ്തകം ONV കവിത ഈണവും പൊരുളും എന്നുള്ളതാണ്. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് വെള്ളിമംഗലമാണ്. സുരേഷും ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു പുസ്തകം ഈ വേദിയിൽ പ്രകാശിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അത് പ്രത്യേകിച്ച് ONV സാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ കൂടിയായ സുരേഷ് വെള്ളിമംഗലത്തെ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. സെബാസ്റ്റ്യൻ, പി രാമൻ, VM ഗിരിജ, കവിതാ ബാലകൃഷ്ണൻ, വിജയലക്ഷ്മി എന്നിവർ ഇന്ന് നടക്കുന്ന കാവ്യാഞ്ജലിയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് ഇന്നിവിടെ നടക്കുന്ന മറ്റൊരു പുസ്തക പ്രകാശനം സൂര്യ ബിനോയ് രചിച്ച നിഴൽപ്പുര എന്ന കവിതാ സമാഹാരമാണ്. സൂര്യ ബിനോയ് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എത്തിയിട്ടുണ്ട്. അച്ഛൻ ബിനോയ് വിശ്വ എത്തിയിട്ടില്ല, പക്ഷെ ബാക്കി കുടുംബാംഗങ്ങൾ പലരും എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുമാണ്. കാരണം ഞങ്ങളുടെ ഈ പുസ്തകമേളയ്ക്ക് അല്ലെങ്കിൽ ഈ ഓരോ ചടങ്ങുകൾക്കും ഇത്രയേറെ പ്രചോദനം നൽകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നല്ലവരായ വായനക്കാരോട്, ഞങ്ങളുടെ സുഹൃത്തുക്കളായ പ്രസാധകരോട്, വിതരണക്കാരോട്, മാധ്യമപ്രവർത്തകരോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. നന്ദി ശ്രീദേവി DC. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ONV കുറുപ്പ് സാറാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുക. സാഹിത്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എനിക്ക് പ്രിയപ്പെട്ട സഹോദരിയായ സുഗതകുമാരി, എൻ്റെ ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തുമായ ശ്രീ ചമ്മനം ചാക്കോ, നിങ്ങൾക്കെല്ലാം വളരെ വാത്സല്യമുള്ള സുഗതകുമാരിയുടെ മകൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഞങ്ങളുടെ കവിതയുടെ കുടുംബത്തിലെ ഇളമുറയിൽപ്പെട്ട ഒരു കവയിത്രി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കെല്ലാം വളരെ വാത്സല്യമുള്ള പ്രിയപ്പെട്ട ലക്ഷ്മി ദേവി, ഈ വേദിയിലിരിക്കുന്ന പിൻനിരയിലാണെങ്കിലും ഞങ്ങളെക്കാൾ മുൻനിരയിലുള്ളവരായ ദേവി, രാമൻ, കവികളെ, കവികുലത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, സുരേഷ്, എൻ്റെ മുന്നിലിരിക്കുന്ന കവിതയ്ക്ക് ഇനിയും ആരാധകരുണ്ട് എന്ന് ഇടയ്ക്കിടെ ബോധ്യപ്പെടുത്തുന്ന കവിതാസ്വാദകരായ
സഹൃദയരായ മാന്യ സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ വർഷം ഇതേ മാസം ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതുപോലെ തന്നെ വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു കൃത്യം നിർവഹിക്കുവാനുള്ള അവസരം, സൗഭാഗ്യം എനിക്ക് DC ബുക്സ് നൽകുകയുണ്ടായി. അന്നും ഞാൻ രവിയോട് എൻ്റെ കടപ്പാട് അറിയിച്ചിരുന്നു, ഇന്നും അറിയിക്കുന്നു. മറ്റൊന്നുമല്ല, അന്ന് ഞങ്ങളെല്ലാം ഞങ്ങളുടെ മുമ്പേ പറന്ന പക്ഷി എന്ന് പറയാറുള്ള ഈ ഭാസ്കരൻ്റെ സമ്പൂർണ്ണ കാവ്യ ഗാന സമാഹാരം പ്രകാശിപ്പിക്കുക എന്ന ആ കൃത്യനിർവഹണത്തിനാണ് ഇവിടെ നിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ DC ബുക്സ് മുൻകൈയെടുത്ത് സമാഹരിച്ച ഈ ഭാസ്കരൻ്റെ എല്ലാ കവിതകളും എല്ലാ ഗാനങ്ങളും ചേർത്ത് സമാഹരിച്ച ആ പുസ്തകം ഇവിടെ നിന്ന് പ്രകാശിപ്പിച്ചിട്ടിപ്പോൾ ഒരു വർഷം തികയും. ഈ വർഷമാവട്ടെ അതിൻ്റെ ഓർമ്മകൾക്ക് 1 വയസ്സായി എന്ന പുതിയ ഒരു ഓർമ്മയോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ ഞാനിവിടെ പ്രകാശിപ്പിക്കാൻ നിയുക്തനായിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം വാത്സല്യപാത്രമായ ലക്ഷ്മി ദേവി എന്ന് തന്നെ പറയുമ്പോൾ ഒരു ഔപചാരികത വരുന്നു. ഞങ്ങൾ ലക്ഷ്മി എന്ന് പറയുക, അവിടെ ക്ഷമിക്കുക. ഈ ഔപചാരികതയുടെ കെട്ടുപാട് ഒന്ന് വിട്ടിട്ട് ലക്ഷ്മിയുടെ എന്ന് തന്നെ പറയട്ടെ. ലക്ഷ്മിയുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവസരം ഉണ്ടായി. അപ്പോഴാണ് ഞാൻ ശരിയായ ഒരു 2 തലമുറകളുടെ നടുവിൽ നിൽക്കുന്നതിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുന്നു. മുൻ തലമുറയെ ഓർമ്മിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും പുതിയ തലമുറയുടെ വളർച്ച കൗതുകത്തോടും ആഹ്ലാദത്തോടും അഭിമാനത്തോടും നോക്കിക്കാണുവാൻ സാധിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഒരു ചാരിതാർത്ഥ്യമാണ്, ഏറ്റവും വലിയ ഒരു സംതൃപ്തിയാണ്, ഏറ്റവും വലിയ ഒരു സമാശ്വാസവുമാണ്. കവിതയ്ക്ക് വായനക്കാരില്ല എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ പലരും പറയുകയുണ്ടായി. അത് വെറുതെ പറഞ്ഞതുമല്ല, കവിതയ്ക്ക് വായനക്കാർ കുറയുന്നു. കാരണം വളരെ വേഗത്തിൽ സാഹിത്യാസ്വാദനം കൊണ്ട് കിട്ടേണ്ട ഫലം കൈവരുന്നതിന് കവിതയേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ സാധിക്കുന്ന മറ്റു ശാഖകളാണ് നോവലും ഗദ്യവും മറ്റും. എന്ന് വെച്ചിട്ട് കഥയോ നോവലോ അത്ര വേഗത്തിൽ വായിച്ച് തള്ളാവുന്നതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നല്ലൊരു ചെറുകഥ വായിച്ച് ശരിക്കും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കവിത വായിക്കുന്ന അത്രയും തന്നെ സഹൃദയത്വം, സഹൃദയൻ്റെതായ അനുശീലനം ഒക്കെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഞാനൊരിക്കൽ ഒരു തീവണ്ടിയിൽ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു തോളിൽ ഒരു വലിയ സഞ്ചി നിറയെ ഒരു കൊച്ചു പ്രസാധകൻ്റെ പുസ്തകങ്ങളുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അയാൾക്കത് വയറ്റുകുഴപ്പമാണ്. അയാൾക്ക് ഈ തോളിൽ ആരൊക്കെ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ ഭാരമാണ് താൻ അപ്പോൾ പേർന്നതെന്ന് അയാൾക്കറിയില്ല. അയാൾക്ക് അയാളുടെ ജീവിതം എന്ന ഭാരമാണ്. അതിന് പരിഹാരമായിട്ടാണ് ഇത് വിൽക്കുന്നത്. എന്നിട്ട് അവിടെ നിലക്കടലയും ഇഞ്ചിമുട്ടായിയും ഒക്കെ വിൽക്കുന്നവരോടൊപ്പം നിന്ന് ഇതാ നിങ്ങൾ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ എത്തുന്നതിന് മുമ്പ് വായിച്ച് തീർക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ചില പുസ്തകങ്ങൾ എടുത്തിങ്ങനെ നീട്ടുന്നു. അപ്പോൾ ഞാൻ ആയിടയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതിയ ഒരു ചെറുകഥ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോയി. ഞാൻ കഥ എഴുതുന്നവനല്ല, പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വെല്ലുവിളി പോലെ എന്നോട് ഒരു വലിയ ഒരു
വാർഷിക പതിപ്പുകാർ വന്ന് ഒരു ചെറുകഥ എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ചെറുകഥ? കവിത തന്നാൽ പോയി, കവിതയിലെ തരാമെന്ന് പറയും. അല്ല, കവിയുടെ കഥ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ. അപ്പോൾ അതൊരു വെല്ലുവിളി പോലെ ശരി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥ എഴുതി. എന്നല്ലാതെ എൻ്റെ ക്രാഫ്റ്റ് ചെറുകഥയല്ല എന്നെനിക്കറിയാം. ഞാൻ പണ്ട് കഥകൾ എഴുതിയിരുന്നു, പക്ഷെ അതല്ല എൻ്റെ തട്ടകം എന്ന് മനസ്സിലാക്കി കവിതയിലേക്ക് പോകുന്നതാണ്. പിന്നെ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് എഴുതേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടായി. ഈ കഥ ഒരു ചെറിയ പുസ്തകമാക്കി എൻ്റെ ഒരു പടമൊക്കെ അച്ചടിച്ച് അവർ വിൽക്കുന്നു, ഈ പ്രസാധകർ വിൽക്കുന്നു. ആ പുസ്തകം സഞ്ചിയിൽ നിന്ന് 2-3 ഇങ്ങനെ ചീട്ട് നിരത്തി കാണിക്കുന്നത് പോലെ 2-3 പുസ്തകം എന്നെയും കാണിച്ചപ്പോൾ എൻ്റെ മുഖവും ഞാൻ അതിനകത്ത് കണ്ടു. ഞാൻ ഇരിക്കുന്ന ഇങ്ങനെ താടിക്ക് കൈയിരിക്കുന്ന ഒരു പടത്തോടുകൂടി കണ്ടു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് എന്ത് പറയാനാണ്? അവന് ജീവിതത്തിൻ്റെ ഭാരമാണ്. ഇതുപോലെ ചില അനുഭവം വേറെയും ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഭാസ്കരനും രാമവർമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ എഴുതിപ്പോയ പാട്ടുകൾ പാടി വൈറ്റത്തിൽ 2 അടിയടിച്ച് പാടിയിട്ട് മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നു. അപ്പോഴാണ് ഒരിക്കൽ വൈലോപ്പള്ളി പറഞ്ഞത്, ഈ പാട്ടുകൾക്ക് ഇങ്ങനെയും ഒരു സാഫല്യം കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുകയായിരുന്നു. കാരണം ഒരുത്തന് ആഹാരത്തിനുള്ള വകയുണ്ടാക്കി കൊടുത്തല്ലോ നിങ്ങളുടെ പാട്ടുകൾ. എനിക്കപ്പോൾ അത്യധികം സന്തോഷമാണ് വൈലോപ്പള്ളി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടായത്. അതുപോലെ കോഴിക്കോട്ട് നിന്ന് ട്രെയിനിൽ കയറിയാൽ, ഒരു ഡേ ട്രെയിനിലാണ് കയറിയാൽ, അന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിനകം വായിച്ചു തീർക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു പുസ്തകങ്ങളാണ്. അതിലെൻ്റെ പുസ്തകം എൻ്റെ മുഖചിത്രത്തോടുകൂടി അതിങ്ങനെ കണ്ടു. എനിക്കും വെച്ച് നീട്ടുകയാണ് അയാൾ. ഞാനത് നോക്കിയത് ചിരിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ആ പുസ്തകത്തിൻ്റെ മുഖചിത്രവും എൻ്റെ മുഖവും കൂടെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ച്, അർത്ഥവത്തായിട്ടും ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. ആ മൗനം വളരെ വിനയാത്മകമാണ് സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ. അതൊന്ന് ചിരിച്ചിട്ട് അയാൾ നടന്നുപോയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ പ്രസാധകനും ഈ കുട്ടിക്കും ഞാനിങ്ങനെ ഒരു കഥ എഴുതിയത് കൊണ്ട് ഇങ്ങനെ ഒരു നേട്ടമുണ്ടായാലോ എന്നെനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ നാം ആഗ്രഹിക്കാത്ത തരത്തിലും നാം സങ്കല്പിക്കാത്ത തരത്തിലുമൊക്കെ തന്നെ നാം മൂലം ലോകത്ത് പല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. പക്ഷേ ഞാനൊന്ന് ശ്രദ്ധിച്ചു, ആ എടുത്ത് കാണിച്ച പുസ്തകങ്ങളിൽ ചീട്ട് കശക്കി കാണിക്കുന്നത് പോലെ ഇങ്ങനെ നിരത്തി 3-4 പുസ്തകം മാറ്റി മാറ്റി എടുത്ത് കാണിക്കുകയാണ്. അതിലൊന്നും ഒരു കവിതാ പുസ്തകവുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ മല്ലൻ പിള്ളയെ ആന കുത്തി കൊന്നതോ അല്ലെങ്കിൽ ഭാരതിക്കുട്ടിയുടെ ഭാഗ്യോദയമോ ഒക്കെ ഉണ്ടാവും. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഭാഗ്യവശാലില്ല എന്ന് തന്നെ പറയാം. കവിതയില്ല. ഒന്നുമില്ലെങ്കിൽ ഈ ചെറിയക്കുറുപ്പിൻ്റെയോ വൈലോപ്പിള്ളിയുടെയോ കുഞ്ഞിരാമൻ നായരുടെയോ എടശ്ശേരിയുടെ ആരുടെയെങ്കിലും ഒരു പഴയ ക്ലാസിക് ആയിട്ടുള്ള ഒരു കൃതിയെങ്കിലും ഇല്ല. കാരണം അത് കോഴിക്കോട്ടു നിന്നും തിരുവനന്തപുരം വരെയുള്ള ഡേ എക്സ്പ്രസ്സിൽ വായിച്ച് തീരാവുന്നതല്ല കവിത എന്നർത്ഥം. ഞാൻ അബദ്ധത്തിൽ എഴുതിപ്പോയ കഥ ഉൾപ്പെടെ ഗദ്യത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വായിച്ച് രസിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന വായനക്കാരെ ഈ ഗദ്യത്തിന് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നു. അത് സഞ്ചാര കഥയാവാം, യാത്രാ സാഹിത്യം ആവാം, അതല്ലെങ്കിൽ സ്നോബറി എന്ന് ഇംഗ്ലീഷിൽ പറയട്ടെ, മലയാളത്തിൽ പറയുന്നില്ല ഞാൻ, അങ്ങനെയുള്ളതുമാവാം. ചില അന്യ സാഹിത്യകാരന്മാരെ അവരൊത്തിരുന്ന് മദ്യപിച്ചതിൻ്റെയും അവരൊത്ത് തെറ്റായ വഴികളിൽ കൂടി ഉപഥ സഞ്ചാരം ചെയ്തതിൻ്റെയൊക്കെ കഥകൾ എഴുതിയാലും പ്രസാധകർ രവി വായിക്കില്ല, മറ്റു പല ചിലരൊക്കെ കൈ നീട്ടി വായിക്കും, എനിക്കറിയാം. ഇതും തന്നെയുമല്ല, ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിന് കുറേ ചോദ്യങ്ങൾ എഴുതി ഒരാൾ വന്നു. ചോദ്യങ്ങളിൽ ചിലതൊക്കെ വായിച്ചപ്പോൾ വളരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു, ശരി, അതിന് എനിക്ക് പറയാനുള്ളതെന്ന് പറയാം എന്ന് വിചാരിച്ച് വളരെ എനിക്ക് പറയാൻ കഴിയുന്ന ഭാഷയിൽ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എഴുതി കൊടുത്തത് വായിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞു, അയാളെ അയച്ചയാൾ പറഞ്ഞു അത്രേ, നമുക്ക് വേണ്ടതൊന്നും കിട്ടിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആരെയൊക്കെയോ ഞാൻ എന്തൊക്കെയോ പറയുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ ചോദ്യാവലി കൊണ്ട് തരുന്നത്. ആ തരത്തിലല്ല. ഉദാഹരണം പറയാം, നിങ്ങളുടെ
എൻ്റെ ഒരു പുസ്തകത്തിന് മുണ്ടശ്ശേരി മാഷ് അവതാരി എഴുതിയിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക സംഗതിയിൽ ഊന്നി പറഞ്ഞു, ഒരായുസിൻ്റെ പണി തീർത്ത് ഇരിക്കുകയാണ് ഈ കവി, ഇനി ഒരായുസിൻ്റെ പണി ബാക്കിയുണ്ട് എന്ന് അദ്ദേഹം എഴുതി. അതിനെപ്പറ്റി അത് മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞതാണ്. കാരണം കവിതയിലെ പദസമുച്ചയം, പദവിന്യാസം, ഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇംഗ്ലീഷിൽ റൊമാൻറ്റിക് കവിതയുടെ ആരംഭം കുറിച്ച അല്ലെങ്കിൽ ആരംഭം കുറിച്ചവരിൽ പ്രധാനികളായ വേഡ്സ്വർത്തും കോൾറിഡ്ജും കൂടി അവരുടെ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു സംയുക്ത കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനുവേണ്ടി എഴുതിയ മുഖവരയിൽ പറഞ്ഞിട്ടുണ്ട്, കവിത സാധാരണക്കാരൻ്റെ സംസാര ഭാഷയിലുള്ള ഡിക്ഷൻ ഉപയോഗിച്ച് വേണം എന്ന്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ഡിക്ഷൻ ഊന്നിയിട്ടാണ് അതിനകത്ത് രണ്ടു മൂന്ന് കവിതകളെ പറ്റി പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെ അതിദീർഘമായ സമസ്ത പദങ്ങളിൽ നിന്ന് മലയാള കവിതയെ മോചിപ്പിച്ച് ഇങ്ങനെ മനുഷ്യന് മനസ്സിലാകുന്ന നാടോടി ഭാഷയിൽ എഴുതിയത് കൊണ്ട് അദ്ദേഹം അതും പറഞ്ഞു, ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അതുപോലും സംസ്കൃതവൽക്കരിച്ചെഴുതുന്നവരുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ ഇവരിങ്ങനെ തനി നാടൻ മൊഴിയിൽ എഴുതിയപ്പോൾ ഒരായുസിൻ്റെ പണി തീർത്തു എന്ന് പറയാം. ഇതാണ് അതിൻ്റെ കോൺടാക്സ്റ്റ്. ചോദ്യം ഇതാണ്, ജോസഫ് മുണ്ടശ്ശേരി ഒരായുസിൻ്റെ പണി തീർത്തു എന്ന് അഭിപ്രായപ്പെട്ടത് ഒരു പാർട്ടി കവിക്ക് അദ്ദേഹം നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലേ എന്ന്. അപ്പോൾ ഇത് പ്രകോപിപ്പിക്കാനാണ്. ഞാൻ മറുപടി വളരെ സൗമ്യമായിട്ടുള്ള മറുപടിയെ കൊടുത്തത്. ഞാൻ എഴുതി, ജോസഫ് മുണ്ടശ്ശേരി അന്ന് പാർട്ടി നേതാവല്ല, ഒരിക്കലുമല്ല. എൻ്റെ കവിതയ്ക്ക് അത് എഴുതുമ്പോൾ ഒരു പാർട്ടി കവിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ബാധ്യതയോ ചുമതലയോ അദ്ദേഹത്തിനില്ല. എന്നാൽ ഇതാണ് കാരണം, കവിതയുടെ ഡിക്ഷനിൽ വരുന്ന മാറ്റം ഇതിൽ ചില കവിതകളിൽ കണ്ടു എന്നുള്ളതാണ്. അത് അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഗം ആരും വായിച്ചിട്ടില്ല. ഇയാളൊരു ആയുസിൻ്റെ പണി തീർത്തു എന്ന് പറയുന്ന ഒറ്റ വാക്യം മാത്രം കണ്ടിട്ടാണ് അത് ഈ വിമർശനം വന്നത്. അഥവാ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അന്ന് വിചാരിക്കുകയും എനിക്കത് തലയ്ക്ക് പിടിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു അഭിമുഖത്തിന് വരാവുന്ന തരത്തിലുള്ള ഒരു കവിയായി ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നില്ല. അന്നേ സിദ്ധി കൂടിയെന്ന് എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് വായിച്ചിട്ടാണ് നമുക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മുണ്ടശ്ശേരി മാഷയോ അല്ലെങ്കിൽ മുണ്ടശ്ശേരി മാഷെ വിമർശിച്ചവരെയോ ഒക്കെ തന്നെ എന്തെങ്കിലും ചീത്ത പറയണം. അങ്ങനെ പറയുന്നവർ ഇപ്പോൾ ധാരാളം ഉണ്ട് തന്നെ. അങ്ങനെ പറഞ്ഞു പിന്നെയും ഇതുപോലെ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ശാന്തമായി ഞാൻ മറുപടി പറഞ്ഞു. അവസാനം കിട്ടിയ മറുപടി ഇതാണ്, നമുക്ക് വേണ്ടത് കിട്ടിയില്ല. അപ്പോൾ എന്തായി നമുക്ക് വേണ്ടത്? ഈ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് പരദൂഷണം, അന്യരെ താഴ്ത്തിക്കെട്ടുക, ഞാനാണ് ഏറ്റവും കേവലെന്ന് ഞാൻ എഴുതിയെന്ന് പറയുക, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വളരെ രസമാണ്. വിശ്വസിച്ചിട്ടല്ല, ഞാനാണ് കേവലെന്ന് ഇപ്പോൾ ഞാനുള്ളതെന്ന് പറയുകയും എൻ്റെ ബഹുമാന്യരായ സഹോദര സാഹിത്യകാരന്മാരെ ഞാൻ അധിക്ഷേപിക്കുകയും ചെയ്താൽ നിങ്ങളാരും ഞാൻ കേവലമാണെന്ന് വിശ്വസിക്കാനും പോകുന്നില്ല, അവരൊക്കെ മോശക്കാരാണെന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ അതൊരു കലക്കലുണ്ടാകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബഹുരസ, നമ്പൂരി പറഞ്ഞ പോലെ വളരെ അത് ബഹുരസ.